നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പണം ചെലവാക്കി അയ്യപ്പ സംഗമം നടത്തി. അപ്പോൾ ചോദ്യം ഇനി സരളമാണ്. അത് ഭക്തരുടെ പണം തന്നെയല്ലേ? പമ്പയിലെ ആഗോള അയ്യപ്പ സംഗമം തട്ടിപ്പും ധൂർത്തുമാണെന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞതാണ്. അയ്യപ്പ ഭക്തർക്കൊപ്പമാണെന്ന് തെളിയിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട സർക്കാർ അന്ന് ഹൈക്കോടതിക്ക് നൽകിയ ഉറപ്പ് ശബരിമലയിലെ ഒരു പൈസ പോലും അയ്യപ്പ സംഗമത്തിന് ഉപയോഗിക്കില്ല എന്നാണ്. സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്തുമെന്നായിരുന്നു ഉറപ്പ്. അതായത് സർക്കാർ ഖജനാവിലോ അയ്യപ്പ ഭക്തരുടെ കാണിക്കയിലോ കൈവയ്ക്കില്ല എന്ന്. സ്വർണ്ണക്കൊള്ളയുടെ കഥകൾ ഓരോ ദിവസവും പുറത്തു വരുമ്പോൾ ഒരു ഭക്തനും ഉപകാരമില്ലാതെ നടത്തിയ അയ്യപ്പ സംഗമത്തിലെ വെട്ടിപ്പും പുറത്തു വന്നു. പമ്പയിലെ മഹാമഹത്തിനായി ദേവസ്വം ബോർഡിന്റെ പണം, അതായത് ഭക്തരുടെ കാണിക്കയിലെ പണം എടുത്തു. 3 കോടിയിലേറെ രൂപ. അയ്യപ്പ സംഗമത്തിന് ചെലവ് 7 കോടിയോളം. അയ്യപ്പ ഭക്തരുടെ വിശ്വാസപ്പണം വേദി കെട്ടാൻ, ശക്തി പ്രകടനം നടത്താൻ LDF സർക്കാരും ദേവസ്വം ബോർഡും ഉപയോഗിച്ചെന്ന വിവരം പുറത്തു വരുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ദേവസ്വം ബോർഡിനെ മാത്രം പ്രതിസ്ഥാനത്ത് നിർത്തി രക്ഷപ്പെടാനോ ദേവസ്വം മന്ത്രിയുടെയും സർക്കാരിന്റെയും നീക്കം? സെപ്റ്റംബറിൽ പമ്പയിൽ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിനായി ചെലവാക്കിയ പണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റേതു കൂടിയാണ് എന്നുള്ള ഓഡിറ്റ് റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണ്. കാരണം ആ സമയത്ത് ദേവസ്വം മന്ത്രിയും അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റായ PS പ്രശാന്തും, അന്നത്തെ പ്രസിഡന്റായിരുന്ന PS പ്രശാന്തും പറഞ്ഞത് 1 രൂപ പോലും ദേവസ്വം ബോർഡിൽ നിന്നോ സർക്കാരിൽ നിന്നോ എടുക്കില്ല, എല്ലാം സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തും എന്നായിരുന്നു. 8 കോടിക്ക് അടുത്ത രൂപയാണ് ഇതിനായി ചെലവാക്കിയത്. ഈ മഹാമഹം നടത്താൻ ചെലവാക്കിയത്. ജർമ്മൻ പന്തലിന് കീഴെ 600ഓളം വിശ്വാസികൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ വന്നതാണ് അയ്യപ്പ സംഗമത്തിൽ. അത് പൂർണ്ണമായിട്ടും അയ്യപ്പ ഭക്തരായിരുന്നില്ല എന്ന കാര്യവും നിസ്സംശയം പറയാവുന്നതാണ്. അവിടെ വിവിധ യൂണിയനുകളിൽപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥർ പോലും ആ സംഗമത്തിൽ അണിചേർന്നിരുന്നു. പക്ഷേ അവസാനം വന്ന ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ ചെലവിൽ 3,40,00,000 രൂപ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റേതാണ് എന്നാണ്. അതായത് ഹൈക്കോടതിയിൽ സർക്കാരും ദേവസ്വം ബോർഡും നൽകിയ ഉറപ്പ് പാലിച്ചില്ല. അതുപോലെ തന്നെ ദേവസ്വം മന്ത്രി VN വാസവനും അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്തും ആ സമയത്തൊക്കെ പറഞ്ഞിരുന്നത് 1 രൂപ പോലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്നോ സർക്കാരിൽ നിന്നോ ഇതിനായി ചെലവാക്കില്ല എന്നാണ്. പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻകൂറായി പണം നൽകുക പോലും ചെയ്തു. പക്ഷേ ആ പണം ഇതുവരെ ദേവസ്വം ബോർഡിലേക്ക് തിരിച്ചടച്ചിട്ടില്ല എന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. 45 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായി വരവ് ചെലവ് കണക്കുകൾ ഹൈക്കോടതിയിൽ ബോധിപ്പിക്കേണ്ടതായിരുന്നു. പക്ഷേ അതും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഹൈക്കോടതി ഇതിനായി വിശദീകരണവും ചോദിച്ചിരിക്കുകയാണ്. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുകയാണ്. അയ്യപ്പ സംഗമം ആഗോള തട്ടിപ്പോ? ശ്രീ സേനാപതി വേണു, ശ്രീ M ജയചന്ദ്രൻ, ശ്രീ അനിൽ വിളയിൽ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ സേനാപതി വേണു, അന്നേ ചൂണ്ടിക്കാണിച്ച കാര്യമാണ് ഇത്. അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള അത്ഭുതവും ഇല്ലല്ലോ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരും ഒരു വലിയ വെട്ടിപ്പാണ് ഇതിലൂടെ നടത്തിയത് എന്ന് അയ്യപ്പ സംഗമത്തിലൂടെ. അല്ല, കഴിഞ്ഞ സെപ്റ്റംബർ 20 ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാനുള്ള തീരുമാനം ഉണ്ടായപ്പോൾ തന്നെ UDF ഈ കാര്യത്തിൽ വിരുദ്ധമായ നിലപാട്, അതിൻ്റെ ആവശ്യമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. ഇനി 2ലധികം ഹർജികൾ ഹൈക്കോടതിയിൽ വന്നു ഇതിനെ തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. സർക്കാർ അന്ന് പറഞ്ഞ നിലപാട് ദേവസ്വം ബോർഡിൻ്റെയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെയോ ഒരു പൈസ പോലും ഇതിനായി ചെലവഴിക്കേണ്ടതില്ല, അതുകൊണ്ട് ഇത് തടയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാണ് ഹൈക്കോടതി ഇതിന് അനുമതി കൊടുത്തത്. അപ്പോൾ ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു ഉറപ്പാണ്. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും നമ്മൾ സവിശേഷമായിട്ട്, ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചും ഒക്കെ ശബരിമലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ നാട്ടിൽ ഹൈക്കോടതിക്ക് കൊടുത്ത ഒരു ഉറപ്പാണ്. അതല്ലാതെ പൊതുജനത്തിനോടോ അല്ലെ നമ്മളോട് മാധ്യമങ്ങളോടോ പറഞ്ഞതല്ല. ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒരു പൈസ പോലും ദേവസ്വം ബോർഡിൻ്റെയോ സർക്കാരിൻ്റെയോ ഈ കാര്യത്തിൽ ചെലവഴിക്കില്ല, ഇത് സ്പോൺസർമാർ വഴി മാത്രം സമാഹരിക്കുന്ന തുകയാണ് എന്ന് ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ആഗോള അയ്യപ്പ സംഗമത്തിന് അനുമതി കൊടുത്തത്. അങ്ങനെയാണ് ഈ ഹർജിക്കാർ കൊടുത്ത ഹർജി കോടതി തീർപ്പാക്കിയത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കേവലം ഒരു ഒരു ആഗോള അയ്യപ്പ സംഗമത്തിന് തുക ചെലവഴിച്ചു എന്നുള്ളതല്ല. രാജ്യത്തെ സംസ്ഥാനത്തെ പരമോന്നത നീതിപീഠത്തിന് കൊടുത്ത ആ സത്യവാങ്മൂലം പോലും ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഒരു ഭരണഘടനയുടെ ഒരു ഭരണത്തിന്റെ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ ഒരു ഉറപ്പ് അത് ഇവിടെ ഹൈക്കോടതിക്ക് കൊടുത്തത് ലംഘിച്ചിരിക്കുന്നു എന്നുള്ള അതീവ ഗുരുതരമായ ഒരു കൃത്യം കൂടി ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇക്കാര്യത്തിൽ ദേവസ്വം മന്ത്രി നൽകുന്ന വിശദീകരണം, അദ്ദേഹം പതിവ് പോലെ ദേവസ്വം ബോർഡിലേക്ക്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് ഈ കുറ്റം ചാർത്തുകയാണ്. അതിപ്പോൾ സ്വർണ്ണക്കൊള്ള നടന്ന സമയത്തും സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള വാർത്ത
പുറത്തു വരുമ്പോഴും സർക്കാരിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഒരു നിയന്ത്രണവുമില്ല. ശരിയാണ്, നിയമപരമായി ഒരു നിയന്ത്രണവുമില്ല. പക്ഷേ ദൈനംദിനമായ കാര്യങ്ങളിൽ പോലും ഇടപെടുന്നു എന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അവിടെ എന്തായാലും ഈ അയ്യപ്പ സംഗമത്തിന് വേണ്ടി പല യോഗങ്ങളും ചേർന്നിരുന്നു. അതിലൊക്കെ പലതിലും ദേവസ്വം മന്ത്രിയും സന്നിഹിതനായിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹം തന്നെ മുന്നിൽ നിന്ന് പമ്പയിൽ അദ്ദേഹത്തെ ആ 2 ദിവസങ്ങളിൽ മുഴുവൻ സമയവും കാണാമായിരുന്നു. അയ്യപ്പ സംഗമത്തിൻ്റെ അന്നും അതിന് തലേ ദിവസവും പിന്നെ അതിന് മുൻപുള്ള ദിവസങ്ങളിലും പലതവണ അദ്ദേഹം പമ്പയിലെത്തി ഈ ഒരുക്കങ്ങളൊക്കെ വിലയിരുത്തിയതാണ്. പക്ഷേ ഇപ്പോൾ ദേവസ്വം മന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെയാണ്. ഇത് ദേവസ്വം ബോർഡാണ് ഇതിന് ഉത്തരവാദി എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. ദേവസ്വം മന്ത്രിയുടെ വി എൻ വാസവൻ. ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ 1 രൂപയോ ഒരു നയ പൈസയോ വരവെക്കാൻ ഗവൺമെൻറ്റിനോ ഞങ്ങൾക്ക് ആർക്കെങ്കിലും അധികാരമില്ല. അതെല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നടന്ന സംഭവമാണ്. അതിൻ്റെ സ്പോൺസർമാരെയും കണ്ടെത്തിയത് അവരാണ്. ഒപ്പം വരവിലെ കണക്കും തയ്യാറാക്കിയതവരാണ്. അത് അവരോട് ചോദിച്ചെങ്കിൽ പറയാൻ പറ്റുള്ളൂ. അത് ഏതെങ്കിലും തരത്തിൽ പരിശോധിക്കേണ്ട കൂട്ടർ അത് പരിശോധിച്ച് ഓഡിറ്റ് സഹിതം കോടതി കൊടുക്കണം എന്നാണെന്ന് അവർ തീരുമാനിച്ചുള്ളൂ ഞാൻ മനസ്സിലാക്കുന്നു. ബാക്കി കാര്യം ദേവസ്വം ബോർഡിൻ്റെ അധികൃതരോട് ചോദിച്ചെങ്കിലേ പറയാൻ പറ്റും. ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ നിന്ന് അന്നൊന്നും ആദ്യം അഡ്വാൻസ് എടുത്തത് തിരിച്ചവർ സ്പോൺസർഷിപ്പ് കൊടുത്തെന്നാണെന്ന് പരസ്യപ്പെടുത്തി കണ്ടത്. മറ്റു കാര്യങ്ങൾ ഞങ്ങളുടെ ആശയം നടത്തേണ്ട കാര്യമില്ല. കാരണം സാമ്പത്തിക കാര്യം എപ്പോഴും ദേവസ്വം ബോർഡിൻ്റെ മുഴുവൻ ദേവസ്വം ബോർഡ് തന്നെയാണ്. ശരി, ഈ വിശദീകരണത്തെ എങ്ങനെ കാണുന്നു ശ്രീ സേനാപതി വേണു? അല്ല, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര വലിയ ആഘോഷമായിട്ടാണ് ഇവർ ഈ പരിപാടി നടത്തിയത്. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു. 51 വിദേശ രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ വരുന്നുവെന്നുള്ള പ്രശാന്ത് വിളിച്ചാലോ അതല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ഏതെങ്കിലും അംഗങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് വന്നത്, ഇന്ത്യയിൽ നിന്ന് പോയ വിദേശത്ത് താമസിക്കുന്ന ആളുകളാണ്. പോട്ടെ, എന്നാൽ ഇവർ നമ്മളോട് പറഞ്ഞത് അത് മാത്രമാണോ? ഈ സംഗമം കഴിഞ്ഞതിന് ശേഷം ഇവരുടെ പ്രചരണം എന്തായിരുന്നു? ഇത് സംസ്ഥാന സർക്കാരിന്റെ ഒരു വലിയ ഭരണ നേട്ടമായിട്ടല്ലേ ഇവർ കണക്കാക്കിയത്. ആരൊക്കെയാ വന്നത്? തമിഴ്നാട്ടിൽ നിന്ന് സ്റ്റാലിൻ വരുമെന്ന് പറഞ്ഞു, വന്നില്ല. പളനിയപ്പൻ ത്യാഗരാജനാണ് വന്നത്. യോഗി ആദിത്യനാഥിന്റെ ആശംസകൾ വായിക്കുന്നു. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി എന്ന് പറഞ്ഞ പോലെ തുടങ്ങിയതുപോലെ എന്തൊക്കെയായിരുന്നു ഇവരുടെ പ്രചരണങ്ങൾ. ഇങ്ങനെ ഒന്ന് ലോകത്തിൽ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് കേരളത്തിന് മാത്രം കഴിയുന്നതാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ എത്രയോ വലിയ നേട്ടം എന്ന നിലയിലാണ് തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും ഒക്കെ അവരുടെ പ്രസ്താവനകളൊക്കെ. അന്ന് വൈകുന്നേരം തന്നെ ദേവസ്വം മന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നല്ലോ. അത് ആദ്യം അദ്ദേഹം പറഞ്ഞെന്താ? യോഗി ആദിത്യനാഥിന്റെ സന്ദേശം ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് കിട്ടിയിരിക്കുന്നു. ഞാൻ ചോദിക്കുന്ന PS പ്രശാന്ത് പറഞ്ഞാല് യോഗി ആദിത്യനാഥിന്റെ സന്ദേശം ഇവിടെ വായിക്കാനായിട്ട് പറ്റുമോ? തമിഴ്നാട്ടിലെ ഒരു മന്ത്രി, മുഖ്യമന്ത്രി വന്നില്ല, പക്ഷേ അവരുടെ ഗവൺമെന്റിന്റെ പ്രതിനിധിയെ അവർ അയച്ചിരുന്നു. ഈ ദേവസ്വം ബോർഡ് വിളിച്ചാൽ വരുന്നതാണോ? മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ പ്രതിനിധികൾ വന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ആര് ചെയ്താണ്? ഇത് സർക്കാർ സ്പോൺസേഡ് ആണ്. സർക്കാർ സ്പോൺസേഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യത്തിന് ഇപ്പോ ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നു, ഈ 3.40 കോടി ഇത് എവിടെ നിന്നാണ് അന്ന് ചെലവഴിക്കരുത് എന്ന് ഹൈക്കോടതിക്ക് സത്യവാങ്മൂലം കൊടുത്ത തുക ചെലവഴിച്ചിരിക്കുന്നു. ഈ കാര്യം ചോദിച്ചു കഴിയുമ്പോൾ ഇപ്പൊ മന്ത്രി എത്ര ലാഘവത്തോടെയാണ് അദ്ദേഹം കൈ കഴുകുന്നത്. അതൊക്കെ ദേവസ്വം ബോർഡിന്റെ കാര്യം, ഞങ്ങൾക്ക് ഈ കാര്യത്തിലൊന്നും ഉത്തരവാദിത്വമില്ല. അപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിലുള്ള രാഷ്ട്രീയ നേട്ടം ഞങ്ങൾക്ക് കോട്ടം വരുമ്പോൾ അത് പ്രശാന്ത്. ശ്രീ എം ജയചന്ദ്രൻ, ഇത് സ്ഥിരമാണല്ലോ. ശബരിമലയെക്കുറിച്ചുള്ള നേട്ടങ്ങളെല്ലാം സംസ്ഥാന സർക്കാരിന്, കോട്ടങ്ങൾ വരുമ്പോൾ അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്. ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പണം ചെലവാക്കി എന്നത് നിസ്സംശയം പറയാം. അതായത് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം അങ്ങനെ ആയിരുന്നില്ല. ഇത് ഭക്തരെ തെറ്റിദ്ധരിപ്പിക്കലായിരുന്നു. ഹൈക്കോടതിയെ മാത്രമല്ല, ഇത് ഭക്തരെ തെറ്റിദ്ധരിപ്പിക്കലായിരുന്നു. അവർ നൽകിയ കാണിക്കപ്പണം, അതിൽ നിന്നാണ് ഈ ധൂർത്തിന് വേണ്ടി പണം ചെലവാക്കിയത്. ആർക്കും ഒരു പ്രയോജനവുമില്ലാത്ത കുറേ ആളുകളെ വിളിച്ചു വരുത്തി ജർമ്മൻ പന്തലിന് കീഴെ കുറേ പ്രസംഗങ്ങൾ നടത്തി. അതിൽ പറയുന്ന കാര്യങ്ങളൊന്നും നടപ്പായിട്ടില്ല കേട്ടോ. ഓരോ കാര്യങ്ങൾ അന്ന് ചർച്ച ചെയ്തുവല്ലോ, അതൊന്നും നടപ്പായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ധൂർത്ത്, വലിയ രീതിയിൽ ഭക്ഷണം ഒരുക്കി ഇങ്ങനെ ഒരു ധൂർത്ത് നടത്തുവാൻ ഉപയോഗിച്ച പണം ഭക്തരുടെ കാണിക്കപ്പണമാണ്, വിശ്വാസത്തിന്റെ പണമാണ്. ശ്രീ എം ജയചന്ദ്രൻ. അതെ മഞ്ജുഷ്, ഞാൻ പറയാം. അതായത് ഇപ്പോ ശ്രീ സേനാപതി വേണു പറഞ്ഞനുസരിച്ചാണെന്നുണ്ടെങ്കിൽ അവിടെ പറഞ്ഞൊന്നും നടന്നിട്ടില്ല, പറഞ്ഞതല്ല ചെയ്തത്. ഇതാണല്ലോ അദ്ദേഹത്തിന്റെ വാദത്തിന്റെ ഒരു ആകെത്തുകയായി പറയാൻ കഴിയുന്നത്. ഈ ശബരിമല മാസ്റ്റർ പ്ലാൻ എന്താണെന്നുള്ളത് സെപ്റ്റംബർ 20 വരെ, ഇത് നടക്കുന്നത് വരെ പിന്നെ ഈ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട വകുപ്പിനും ദേവസ്വം ബോർഡിനും ഹൈക്കോടതിക്കും അറിയാമായിരുന്നു എന്നത് ഒഴിച്ചാൽ മറ്റാർക്കും അത് അറിയില്ലായിരുന്നു. അന്ന് അത് വിശദമായി ചർച്ച ചെയ്യപ്പെടുകയാണ് ചെയ്തത്. ശബരിമല മാസ്റ്റർ പ്ലാൻ ഷോക്കേസ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. അതെന്താണ് എന്നുള്ളതൊക്കെ വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്.
അത് ചർച്ചയ്ക്ക് താങ്കൾ വെക്കുന്നുണ്ടെങ്കിൽ ഞാൻ അത് ആ സംഭവവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിന്റെ തുടർ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം ഈ ചർച്ചയിൽ തന്നെ. പക്ഷേ ഇപ്പൊ ഇവിടെ ആരോപിക്കപ്പെട്ട കുറ്റമുണ്ടല്ലോ, ധൂർത്ത എന്നുള്ളത്, അതിനെ സംബന്ധിച്ച് മറുപടി പറയാതെ പോകാൻ കഴിയില്ല മഞ്ജുഷ. കാരണം ഇവിടെ ഈ പദ്ധതി ആഗോള അയ്യപ്പ സംഗമം സെപ്റ്റംബറിൽ നടത്തുന്നതുമായി ബന്ധപ്പെട്ട പന്തലിനും മറ്റു കരാറുകളും ഒക്കെ ആയിട്ട് ഗവൺമെന്റ് തലത്തിൽ ഡിസ്കഷൻസ് സ്വാഭാവികമായും നടക്കണം. പക്ഷെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയാണ് നടത്തിപ്പ് ചുമതല. ആ നടത്തിപ്പ് ചുമതല അവരേൽപ്പിച്ചത് പിന്നെ ഈ IIIC എന്ന് പറയുന്ന IIC കവറയില് ഔദ്യോഗികം കൂടെ ബന്ധപ്പെട്ട സ്ഥാപനമാണത്. ആ IIIC ആണ് അതിന്റെ ചുമതല ഏൽപ്പിച്ചത്. അപ്പൊ അവര് കണക്കാക്കിയ ആദ്യത്തെ എസ്റ്റിമേറ്റ് 7 കോടി രൂപയുടെയാണ് IIIC എസ്റ്റിമേറ്റ്. അപ്പൊ അത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ഇവരും IIIC ആൾക്കാരും ഒരാളെങ്കിലും വീണ്ടും അത് ഡിസ്കസ് ചെയ്യുകയും അത് അതിനകത്ത് വെട്ടിച്ചുരുക്കാവുന്ന പരമാവധി കാര്യങ്ങൾ വീണ്ടും വെട്ടിച്ചുരുക്കുകയും ചെയ്തുകൊണ്ട് 4.5 കോടി രൂപയായിട്ട് അത് നിജപ്പെടുത്തുകയാണ് ചെയ്തത്. ഇതാണ് ഈ 7 കോടി നിങ്ങൾ പറയുന്ന മഞ്ജുഷം പറഞ്ഞ 7 കോടി രൂപ പദ്ധതി, അങ്ങനത്തെ പദ്ധതി അവിടെ ഇല്ല, നടത്തുവെച്ചത് 4.5 കോടി രൂപയുടെ പദ്ധതിയായി. ഇതിന് സ്പോൺസർഷിപ്പാണ് തീരുമാനിക്കപ്പെട്ടത്. സ്പോൺസർഷിപ്പിലൂടെ ഈ പണം കണ്ടെത്താനാണ് തീരുമാനിച്ചത്. അപ്പോൾ സ്പോൺസർഷിപ്പിലൂടെ പണം കൊടുത്തോ എന്നുള്ളതാണുള്ള ഒരു പ്രശ്നം. അപ്പോ ഈ റിലീജിയസ് കൺവെൻഷൻ ആൻഡ് ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞൊരു ഹെഡുണ്ട് ഈ ദേവസ്വം ബോർഡിന്. റിലീജിയസ് കൺവെൻഷൻസ് ആൻഡ് ഡിസ്കോഴ്സസ് എന്ന് പറഞ്ഞൊരു ഹെഡുണ്ട്. ആ ഹെഡിൽ നിന്ന് അഡ്വാൻസ് ആയിട്ട് ഇവര് 3 കോടി രൂപ എടുക്കുന്നുണ്ട് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. അത് ഈ ഹെഡിൽ നിന്നാണ് എടുക്കുന്നത്. അത് ഇതിനൊക്കെ ആവശ്യങ്ങൾക്ക് വിനിയോഗിച്ചിട്ട് സ്പോൺസർഷിപ്പിൽ നിന്ന് പണം കിട്ടുമ്പോൾ ആ പണം തിരിച്ചങ്ങോട്ട് അടയ്ക്കുക എന്നുള്ളതാണ് അതിന്റെ കണ്ടീഷൻ. അപ്പൊ അങ്ങനെ എടുത്തിട്ട് പിന്നെ തിരിച്ചടയ്ക്കണമല്ലോ. തിരിച്ചടയ്ക്കുന്ന ആരൊക്കെയായിരുന്നു സ്പോൺസർമാർ എന്നുള്ളതാണ് അടുത്ത ചോദ്യം വരുന്നത്. സ്പോൺസർമാരായിട്ട് വന്നത് ലഭിച്ചത് പിന്നെ 1 ധനലക്ഷ്മി ബാങ്കാണ്, 2 അദാനിയാണ്, പിന്നെ 3 കേരള ബാങ്കുമാണ്. അപ്പോ ഈ ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് സ്പോൺസർഷിപ്പായിട്ട് ലഭിച്ചത് 2 കോടി രൂപയാണ്. മറ്റ് അദാനിയുടെ നിന്നും കേരള ബാങ്കിൽ നിന്ന് ഓരോ കോടി രൂപയും കിട്ടി. അപ്പോൾ ഈ പരിപാടി നടന്നു കഴിഞ്ഞ ഉടനെ തന്നെ കേരള ബാങ്കിന്റെ 1 കോടി രൂപയും ധനലക്ഷ്മി ബാങ്കിന്റെ 2 കോടി രൂപയും സ്പോൺസർഷിപ്പിന്റെ വകയായിട്ടുള്ള പണം ദേവസ്വം ബോർഡിൽ അടയ്ക്കുകയും അവരെടുത്ത ഹെഡിലേക്ക് തന്നെ ആ 3 കോടി രൂപ തിരിച്ചടയ്ക്കുകയും ചെയ്തു. അതപ്പോൾ തന്നെ ചെയ്ത കാര്യമാണ്, പിന്നീടല്ല. അത് അങ്ങനെയാണ് ആ പണം വിനിയോഗിക്കാനുള്ള സംവിധാനം, അങ്ങനെയാണ് സ്പോൺസർഷിപ്പ് കിട്ടി അവിടെ കൊടുക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണ് തിരിച്ചടക്കുകയും ചെയ്തിട്ടുണ്ട്. അദാനിയുടെ പണം അത് പിന്നെ 1 കോടി രൂപയാണ് പണം അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ അത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആകാനായിട്ട് ഏതാനും ദിവസങ്ങളോട് എടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ആ പണവും കിട്ടും. പിന്നെ ബാക്കിയുള്ളത് ഒരു 1/2 കോടി രൂപയുടെ കൂടെ പിന്നെയും വരുന്നുണ്ട്. 4 കോടി രൂപ മൊത്തം ചെലവായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ 1/2 കോടി രൂപ മറ്റുള്ള സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്താനാണ് ദേവസ്വം ബോർഡ് നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷെ ഈ 7 കോടിയിലധികം രൂപ ചെലവായിട്ടുണ്ട് കേട്ടോ. 7 കോടിയിലധികം രൂപ ചെലവായിട്ടുണ്ട്. അത് മഞ്ജുഷന്റെ അഭിപ്രായമാണ്. അല്ലല്ല, കെ ജയകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞ കാര്യമാണ്. അത് എന്റെ അഭിപ്രായമല്ല. ഞാനെങ്ങനെ അറിയാനാണ് അവിടെ എത്ര കോടി ചെലവാക്കിയെന്ന്? ഈ വരവ് ചെലവ് കണക്കൊന്നും പരസ്യപ്പെടുത്തുന്ന പതിവില്ലല്ലോ. 7 കോടി രൂപ ചെലവാക്കി എന്നുള്ള കാര്യം പറഞ്ഞത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. ഈ താങ്കൾ പറഞ്ഞ മറ്റേ ശരിയാണ് കേട്ടോ. ഈ സ്പോൺസർഷിപ്പിലൂടെ ഇനിയും പണം കിട്ടുമോ എന്ന് നോക്കുന്നുണ്ടെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുകയുണ്ടായി. അല്ല മഞ്ജുഷ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ IAS അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന M ജയചന്ദ്രൻ എന്ന ഞാൻ പറയുകയാണ് 7 കോടി രൂപ ചെലവാക്കിയിട്ടില്ല എന്ന് കൃത്യമായിട്ട് എനിക്ക് പറയാൻ കഴിയും. അതെങ്ങനെയാണ് സാർ പറയുന്നത്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുകയാണ് 7 കോടിയോളം രൂപ ചെലവായി എന്ന്. താങ്കൾ പറയുന്നു അങ്ങനെ ഇല്ല എന്ന്. അതെങ്ങനെയാണ് വിശ്വാസത്തിലെടുക്കുക? അങ്ങനെയാണെങ്കിൽ കള്ളം പറയുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അദ്ദേഹത്തിന് കണക്കറിയാമല്ലോ. അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ പറയാം. എന്റെ ബൈറ്റ് ഇല്ല, ബൈറ്റ് ഉണ്ടായിരുന്നു ഞാൻ ബൈറ്റ് കേൾപ്പിച്ചേനെ.
അദ്ദേഹം പറഞ്ഞ കാര്യം ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട കണക്ക് സെറ്റിൽ ചെയ്യാനുണ്ട്. സ്പോൺസർഷിപ്പിലൂടെ 4 കോടി രൂപ കിട്ടി. താങ്കൾ പറഞ്ഞു ശരിയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വാക്കുകളാണ്. ചെലവ് അതിനേക്കാൾ കൂടുതലാണ്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി ബോർഡ് ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. താങ്കൾ പറഞ്ഞത് ശരിയാണ്. കൂടുതൽ സ്പോൺസർഷിപ്പ് കിട്ടുമോ എന്ന് ശ്രമിക്കും. ഇതിനായി 17-ന് ബോർഡ് യോഗം വീണ്ടും ചേരുന്നുണ്ട്. ചെലവുകൾ വീണ്ടും പരിശോധിച്ച് എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കും. 17 മീറ്റിംഗ് കഴിയുമ്പോൾ എല്ലാം പറയാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആകെ 7 കോടിയോളം രൂപ ചെലവാക്കി. ഇത് അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ IAS. അതൊരു കോൺഫ്ലിക്റ്റ് അല്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് താങ്കൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു അങ്ങനെയല്ല. ആ ആധികാരികമായി അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ള കണക്ക് ഇത്രയുമാണ്, അതിൽ രൂപത്തിലാണ് വന്നത്. കാരണം ആദ്യ ഘട്ടത്തിൽ തന്നെ ഈ ചർച്ച നടക്കുന്നുണ്ട് മഞ്ജുഷ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 7 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് സമർപ്പിച്ചു എന്നുള്ളത് സത്യമാണ്. ആ എസ്റ്റിമേറ്റ് സമർപ്പിക്കുന്ന ആരാണ്? ഈ IIIC ആണ് സമർപ്പിക്കുന്നത്. അതിൽ നിന്നാണ് പിന്നീട് അത് ഡിസ്കഷനിൽ, അങ്ങനെയാണല്ലോ ഓരോ കരാറുകളും, അങ്ങനെയല്ലേ, ഡിസ്കഷനിൽ അത് കട്ട് ചെയ്തിട്ട് 4.5 കോടിയായി മാറുന്നത്. അത് എന്തുകൊണ്ട് അദ്ദേഹം ഓർക്കാതെ പറഞ്ഞതാണോ അതോ പറഞ്ഞതാണോ എന്നൊക്കെയാണ് ശരി, ഞാൻ അദ്ദേഹത്തോട് താങ്കളിലേക്ക് വരാം. അനിൽ, അങ്ങനെയുള്ള കണക്ക് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഇപ്പോൾ ജയകുമാർ പറഞ്ഞതിനെയാണോ അതോ ശ്രീ M ജയചന്ദ്രൻ സാർ പറഞ്ഞതിനെയാണോ താങ്കൾ വിശ്വാസത്തിലെടുക്കുന്നത്? നമ്മൾ വിശ്വാസത്തിലെടുക്കേണ്ടത് ശബരിമലയിലെ ആഗോള തട്ടിപ്പ് സംഗമത്തിൽ പങ്കെടുത്ത് ഒരു പേപ്പർ അവതരിപ്പിച്ച ജയകുമാർ നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹം പറഞ്ഞു തന്നെ ആവാനാണ് കൃത്യതയ്ക്ക് സാധ്യത. ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ ഏകദേശം 8 കോടി രൂപയ്ക്ക് അടുത്ത് ചെലവാകുകയും 500ഓളം പ്രതിനിധികളെ പലയിടത്തു നിന്ന് കൊണ്ടിരുത്തുകയും ചെയ്തു. അങ്ങനെ വരുമ്പോൾ മഞ്ജുഷ നമ്മൾ നോക്കണം, ഒരു സാധാരണ നാട്ടിൻപുറത്തെ ഒരു കണക്കനുസരിച്ച് 8 കോടിയെ 500 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്താൽ 1,60,000 രൂപ വെച്ച് ഒരു പ്രതിനിധിക്ക് ചെലവായി എന്ന് പറയുന്നു. ഒരു ദിവസത്തേക്ക് അല്ലെ 3 ദിവസത്തേക്ക്, തലേ ദിവസവും പരിപാടി നടന്ന ദിവസവും അടുത്ത ദിവസത്തേക്ക് ഒരു വ്യക്തിക്ക് 1,60,000 രൂപയാണ് ചെലവായതായിട്ട് കാണുന്നത്. പിന്നെ ഒരു കാര്യം കൂടി കേട്ടോ, ഈ അവര് അയ്യപ്പ വിശ്വാസികളാണെന്ന് പറയണ്ട കേട്ടോ നമുക്ക്. കാരണം ഞാനവിടെ പോയതാണ് അയ്യപ്പ സംഗമത്തിൽ. കുറേയേറെ പേർ സർക്കാർ ജീവനക്കാരായിരുന്നു. അവരെ കൊണ്ടുവന്ന് ആ വേദി നിറയ്ക്കുകയാണ് ഉണ്ടായത്. ഈ പറയുന്ന പോലെ 3000 പ്രതിനിധികൾ പങ്കെടുക്കുമെന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു, വിദേശത്ത് നടക്കം. അതൊന്നും ഉണ്ടായിട്ടില്ല അവിടെ. അതാണ് ഞാൻ പറഞ്ഞത്. അയ്യപ്പ വിശ്വാസികൾ എന്ന് തോന്നുന്ന സഹകരണ ബാങ്കിലെ ജീവനക്കാരും ദേവസ്വം ബോർഡിലെ CITUവിന്റെ നേതാക്കന്മാരും വന്നിരുന്ന കണക്കാണ് 500. അതാണ് 8 കോടിയെ 500 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1,60,000 രൂപ വെച്ചാണ് ഒരാൾക്കായത്. അതവിടെ നിൽക്കട്ടെ. ഇതിനകത്ത് മഞ്ജുഷ് ആദ്യം ചോദിച്ചൊരു ചോദ്യമുണ്ട്, സർക്കാർ ഇതുമായിട്ട് എന്താണ് ബന്ധം? ഏതെങ്കിലും മെച്ചമുണ്ടായാൽ അതെല്ലാം ഞങ്ങളുടെ മിടുക്ക് എന്ന് സർക്കാരും, ഏതെങ്കിലും മോശമുണ്ടായാൽ രാഷ്ട്രീയക്കാരായിട്ടുള്ള ദേവസ്വം ബോർഡിന്റെ കുഴപ്പമെന്ന് അവർ വീണ്ടും പറയുന്ന ഒരു പ്രവണതയാണ്. നമ്മൾ ശ്രദ്ധിക്കുക. ഇതിനകത്ത് ഞങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞു. കുമരകത്തെ ഹോട്ടലുകൾ, പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഈ പരിപാടിക്ക് വേണ്ടി. ആ പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ ബില്ലായിട്ടുള്ള 37,25,752 രൂപയുടെ ബില്ല് ആരുടെ പേരിലാണ് എഴുതിയിരിക്കുന്നത്? സംസ്ഥാന സർക്കാരിന്റെ പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിലാണ് ഈ തുക എഴുതിയിരിക്കുന്നത്. ഓർക്കണം, ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥനല്ല, സംസ്ഥാന സർക്കാരിന്റെ പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിൽ 37,25,000 ചില്ലുവാൻ രൂപ എഴുതി. അതേ സ്ഥാനത്ത് ദേവസ്വം ബോർഡിന്റെ പേരിൽ എഴുതിയിരിക്കുന്നത് വെറും 25,300 രൂപയാണ്. ഇവിടെ തന്നെ തട്ടിപ്പാണ്. ഇതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഈ ആഗോള തട്ടിപ്പ് സംഗമം നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ ഞങ്ങളുടേതുൾപ്പെടെയുള്ള വിവിധ ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ സമീപിക്കുകയും ഇതൊരു ആസൂത്രിതമായ കൊള്ളയ്ക്കുള്ള പദ്ധതിയാണെന്ന് പറയുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് പറഞ്ഞു. ആ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഞങ്ങൾ പറഞ്ഞത് വലുതായിട്ട് എടുക്കാതെ ഇവരെ വിശ്വസിച്ചുകൊണ്ട് ചില മാനദണ്ഡങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടാണ് അയ്യപ്പ സംഗമത്തിന് അനുവാദം കൊടുത്തത്. എന്തൊക്കെയായിരുന്നു അതിനകത്തെ അനുവാദങ്ങൾ? ദേവസ്വത്തിന്റെയും സർക്കാരിന്റെയും പണം ഉപയോഗിക്കരുത്, കണക്കുകളിൽ സുതാര്യത ഉണ്ടാകണം, മൂന്നാമത്തെ 45 ദിവസത്തിനകം കണക്കുകൾ കൃത്യമായി ബോധിപ്പിക്കണം. ഈ 3 കാര്യങ്ങളിലും പൂർണ്ണമായും പരാജയപ്പെട്ടില്ലേ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ സർക്കാർ? 3 കാര്യങ്ങളിലും പരാജയപ്പെട്ടു. രണ്ടാമത്തെ കാര്യം എന്താണ്? ഇപ്പോൾ ഈ ഓഡിറ്റ് ചെയ്തിരിക്കുന്ന വിജയൻ ആൻഡ് അസോസിയേറ്റ്സ് എന്ന് പറയുന്ന സ്ഥാപനമാണ് ഈ ആഗോള തട്ടിപ്പ് സംഗമത്തിന്റെ, ഞാൻ ആ വാക്കേ പറയൂ, അയ്യപ്പ സംഗമം എന്ന് ഞാൻ പറയില്ല, ആഗോള തട്ടിപ്പ് സംഗമത്തിന്റെ ഓഡിറ്റ് നടത്തിയിരിക്കുന്നത്. എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്? പ്രധാന വേദി ഊരാളുങ്കൽ സൊസൈറ്റി. നമ്മൾ മനസ്സിലാക്കേണ്ടത് 2025 ഓഗസ്റ്റ് 8 ചേർന്ന
ദേവസ്വം ബോർഡിന്റെ യോഗം നവംബറിൽ കാലാവധി തീരാൻ പോകുന്ന പ്രശാന്തിന്റെ ബോർഡിന്റെ തീരുമാനം അനുസരിച്ച് ഓഗസ്റ്റ് 8 ചേർന്ന ബോർഡ് തീരുമാനം അനുസരിച്ചുകൊണ്ട് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ കീഴിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിനാണ് ഈ തട്ടിപ്പ് സംഗമത്തിന്റെ എല്ലാവിധമായ പണികളുടെയും കോൺട്രാക്ട് കൊടുത്തിരുന്നത്. അവിടെ തന്നെ തട്ടിപ്പ് തുടങ്ങിയാണ്. പക്ഷെ ഇവിടെ ശ്രീ ജയേന്ദ്ര സാർ പറഞ്ഞ അദ്ദേഹം ആധികാരികമായിട്ട് തന്നെ അത് പറയുകയാണ് നമ്മുടെ ഈ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് 7 കോടി രൂപ ചെലവായിട്ടില്ല എന്ന്. അദ്ദേഹം പറയുന്നതിന്റെ മാനദണ്ഡമൊന്നും എനിക്കറിയത്തില്ല. അദ്ദേഹത്തിന് എവിടുന്നെങ്കിലും വാട്സാപ്പ് സർവകലാശാലയിൽ നിന്ന് കിട്ടിയതായിരിക്കും CPM-ന്റെ, അല്ലാതെ യാതൊരു ആധികാരികതയൊന്നുമില്ല. ശരി, ശ്രീ എം ജയേന്ദ്രൻ അതിനുള്ള മറുപടി ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് മാത്രമല്ല, ഈ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ഈ ടെൻഡർ കൊടുത്ത കാര്യമൊക്കെ അന്നൊക്കെ ടെൻഡർ നടപടികൾ പാലിക്കാതെ തന്നെ, ടെൻഡർ വിളിക്കാതെ തന്നെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഏൽപ്പിച്ചതൊക്കെ അന്നേ വാർത്തയായതാണ്. ശരിക്കും അന്ന് ഇത് തട്ടിപ്പാണെന്ന് ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളെല്ലാം ഇപ്പോൾ പുറത്തു വരികയാണ്. SIT-യുടെ മുമ്പിലേക്കും ഈ സംഭവങ്ങൾ പോവുകയാണ്, ഈ ആഗോള അയ്യപ്പ സംഗമത്തിലെ ഈ തിരിമറി മുഴുവനും. പക്ഷെ താങ്കൾ പറയുന്നു ഇത്ര ചെലവൊന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്ന്. ഞാനൊന്ന് പൂർത്തിയാക്കിയോളൂ. ഒറ്റ സെക്കൻഡ് ജയേന്ദ്രൻ സാർ അദ്ദേഹത്തിനോട് ഒരു അവസരം. ശ്രീ ജയേന്ദ്രൻ. അല്ല, ഞാൻ വാസ്തവത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഞാൻ പ്രതികരിക്കാറ് പോലുമില്ല. ഇപ്പൊ അനിൽ മുളയിൽ പറഞ്ഞില്ലേ, എനിക്ക് ഏതെങ്കിലും വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അയച്ചു കിട്ടിയ സംഗതികളായിരിക്കും, ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. ഞാൻ അങ്ങനെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാളാണെന്ന് മഞ്ജുഷിന് തോന്നുന്നുണ്ടെങ്കിൽ, ഇപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ മേലെ തന്നെ വിളിക്കാതിരിക്കണം കേട്ടോ. അത്ര ഒരു പണിയായിട്ടല്ല ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. കേരളത്തിലെ എല്ലാ ഞാൻ പറയട്ടെ, അങ്ങനെ തോന്നുന്നു ഞാൻ മറുപടി പറയട്ടെ. ദയവായി ക്ഷമിക്കൂ. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, 2011 മുതലാണ് ഞാൻ ഈ ചാനൽ ചർച്ചയിൽ വന്നു തുടങ്ങിയത്. 15 വർഷമായി. ഏതെങ്കിലും ഒരു ഫീഡർ ലൈനിൽ നിന്ന് കിട്ടിയ ഒരക്ഷരം കേട്ടിട്ടല്ല ഞാൻ ചർച്ചയിൽ പങ്കെടുക്കാറുള്ളത്. കൃത്യതയോടെ വിവരങ്ങൾ പരമാവധി ശേഖരിക്കുക, അത് അവതരിപ്പിക്കുക. അത് ആർക്ക് ഗുണമാണെന്നോ ആർക്ക് ദോഷമാണെന്നോ വിചാരിച്ചുകൊണ്ടല്ല ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറയാറുള്ളത്. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. ഞാൻ CPM-നെ പ്രതിനിധീകരിച്ചല്ല ഈ ചർച്ചയിൽ വന്നിരിക്കുന്നുള്ള താങ്കൾക്കറിയാമല്ലോ. നമ്മുടെ സേനാപതി വേണുവിനറിയാമല്ലോ, ഇല്ലേ? പിന്നെ എന്നെ ഒരു ചാനൽ ചർച്ച ഇരുന്ന് പരസ്യമായി എനിക്ക് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണ് ഞാൻ ഇവിടെ പ്രക്ഷേപണം ചെയ്യുന്നത് എന്നുള്ള നിലയ്ക്കൊക്കെ പറയുന്നത്, അതിന് എനിക്ക് ആ നിലയിൽ മറുപടി പറയാൻ വയ്യാഞ്ഞിട്ടല്ല, അറിയാഞ്ഞിട്ടുമല്ല ശ്രീ അനിൽ വിളയിൽ. പക്ഷേ അങ്ങനെ ആകുമ്പോൾ പിന്നെ നമ്മളൊന്നും വ്യത്യാസമില്ലല്ലോ, ഉണ്ടോ? അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാത്തതെന്ന് മാത്രം വിചാരിക്കുക. അല്ല, എന്നെ പൂർണ്ണമായി പറയാൻ മഞ്ജുഷ അനുവദിച്ചില്ല. കണക്കുകളെ പറ്റി ആധികാരികമായി തന്നെ രേഖ വെച്ചാണ് ഞാൻ സംസാരിച്ചത്. ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ മഞ്ജുഷ എനിക്ക് പൂർണ്ണമായിട്ട് പറയാൻ അവസരം തരാത്തത് കൊണ്ടാണ് താങ്കളിലേക്ക്. ശ്രീ എം ജയേന്ദ്രൻ അക്കാര്യത്തിൽ ആധികാരികത ഇല്ലാതെയാണ് സംസാരിച്ചതെന്ന് താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം ചോദിച്ചതാണ്. ആധികാരികത ഇല്ലാതെയാണോ എന്ന്, അതിനുള്ള മറുപടിയാണ് അദ്ദേഹം നൽകുന്നത്. ശ്രീ എം ജയേന്ദ്രൻ, താങ്കൾ അതിന്റെ ഈ ആധികാരികത ഒന്നുകൂടി വ്യക്തമാക്കിയാൽ നന്നായിരുന്നു. കാരണം എന്റെ പ്രശ്നം എന്ന് പറയുന്നത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞപ്പോൾ അതിനെ നമ്മൾ അതങ്ങനെ അല്ല എന്ന് വ്യാഖ്യാനിക്കാൻ പറ്റുമെന്നാണ് എന്റെ സംശയം. ഞാനത് തന്നെയാണ് പറഞ്ഞു വന്നത് പൂർത്തിയാക്കാൻ ഒക്കാതിരുന്നത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, വിജയൻ ആൻഡ് അസോസിയേറ്റ്സ് എന്ന് പറയുന്ന സ്വകാര്യ സ്ഥാപനമാണ് ഈ ആഗോള തട്ടിപ്പ് സംഗമത്തിന്റെ ഓഡിറ്റ് നടത്തിയത്. അവരുടെ രേഖപ്രകാരം കൃത്യമായി പറയുന്നുണ്ട്, പ്രധാന വേദി ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുത്തു, ടെൻഡർ ഇല്ല. VIP ഏരിയയിലെ വുഡൻ ചെയറുകൾ ഇട്ടു, കണക്കുകളും കാര്യങ്ങളുമില്ല. ഈ പങ്കെടുത്തു എന്ന് പറയുന്ന 500 വിശ്വാസികൾക്ക് അപ്പം അരവണ വിഭൂതി കൊടുത്തു, രേഖയില്ല. ഇങ്ങനെ പറയുമ്പോൾ സർവത്ര തട്ടിപ്പാണ് നടന്നിട്ടുള്ളത്. ശ്രീ ജയചന്ദ്രൻ സാറ് പറഞ്ഞൊരു കാര്യം വളരെ കൃത്യമാണ്, ഞാനത് അംഗീകരിക്കുന്നു. കേരള ബാങ്കും ധനലക്ഷ്മി ബാങ്കും അദാനി ഗ്രൂപ്പും തന്നെയാണ് ഇതിന്റെ സ്പോൺസർമാർ. ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിക്ക് സ്പോൺസർമാരെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമുക്ക് വിശ്വസിക്കാൻ ഒക്കുന്ന ഒരു കാര്യമേ അല്ല. കാരണം മുഖ്യമന്ത്രിയുടെ കൂട്ട് കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള ഒരു വ്യക്തി പങ്കെടുക്കുന്നതിന് ആരോട് വിളിച്ചു പറഞ്ഞാലും നമ്മൾ നോക്കേണ്ടത്, കേരളത്തിലെ 10-15 മന്ത്രിമാരെ നേരിട്ട് രംഗത്തിറക്കിക്കൊണ്ട് ഓരോരുത്തർക്കും ഓരോ സ്പോൺസർഷിപ്പിന്റെ ചുമതല കൊടുക്കുകയായിരുന്നു. ശ്രീ ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ള മന്ത്രികൾ, ഹൈന്ദവരല്ലാത്ത മന്ത്രിമാർ പോലും ഈ പരിപാടിയുടെ സ്പോൺസർഷിപ്പിന് വേണ്ടി ഇറങ്ങി. എന്നിട്ട് എന്തുകൊണ്ട് കിട്ടിയില്ല? ഞങ്ങൾ പറയുന്നത് ഇതിന്റെ തുക പൂർണ്ണമായും കിട്ടി. പാർട്ടി ഫണ്ട് ഇലക്ഷന് വേണ്ടി ഈ പൈസ കണക്കിൽ വരവ് വെക്കാതെ ഇപ്പോൾ ശബരിമലയിലെ ആ സ്വർണ്ണ കൊടിമരത്തിന്റെ കണക്കുകളും രേഖകളും ഇല്ല എന്ന് പറയുന്ന പോലെ തന്നെ ഇതിന് 8 കോടിയല്ല, ഇവർ 80 കോടി രൂപയും പിരിച്ചു കാണും. ഇത് ഗുരുതരമായ ആരോപണമാണ് ശ്രീ എം ജയചന്ദ്രൻ. ഇങ്ങനെ ഒരു വലിയ മഹാമഹം നടത്തിയിട്ട് അതിന് 4 കോടിയുടെ സ്പോൺസർഷിപ്പ് മാത്രമേ കിട്ടിയുള്ളൂ എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാനുള്ള പ്രയാസമാണ് ഇത്തരമൊരു ആരോപണത്തിന് കാരണമായിട്ട് വരുന്നത്. അത്രമാത്രം സർക്കാരിൻ്റെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരുന്നു.
ഈ അയ്യപ്പ സംഗമത്തിന്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അല്ലെങ്കിൽ ദേവസ്വം ബോർഡുകളിൽ സർക്കാർ നിയന്ത്രണം ഇല്ല എന്ന് നിയമമുണ്ടെങ്കിലും അങ്ങനെ പറയാമെങ്കിലും ഇത് സർക്കാർ നേരിട്ട് ഏറ്റെടുത്ത് നടത്തിയ ഒരു പരിപാടി തന്നെയായിരുന്നു. അത്രയും മന്ത്രിമാർ പങ്കെടുത്തതാണ്, മുഖ്യമന്ത്രി പങ്കെടുത്ത ഒരു പരിപാടിയായിരുന്നു. എന്നിട്ടും ഇത്ര കുറച്ച് സ്പോൺസർഷിപ്പ്, പ്രതീക്ഷാത്രം പോലും വന്നില്ല എന്ന് പറയുമ്പോൾ സംശയകരമാണ്. അദ്ദേഹത്തിന് അവസരം കൊടുക്കുക. ശ്രീ എം ജയേന്ദ്രൻ, ഇതിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇത് പിന്നെ മഞ്ജുഷ് ഇത് പറയുമ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ബാക്കി പാനലിസ്റ്റുകൾക്ക് അവരവരുടെ വീക്ഷണങ്ങൾ പറയാം, അവരുടെ പൊളിറ്റിക്സ് പറയാം, അതൊക്കെ അവരവരുടെ സ്വാതന്ത്ര്യമാണ്. കാരണം അവിടെ ഒരു പിന്നെ ഹൈക്കോടതി നിയമിച്ച ഒരു സ്പെഷ്യൽ കമ്മീഷണർ ഉണ്ടല്ലോ, ജഡ്ജ് ശ്രീ ജയകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിന് അദ്ദേഹം ഹൈക്കോടതി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ അദ്ദേഹത്തിന്റെ ഒരു ഓഡിറ്റിംഗ് ഉണ്ട്, അത് നടന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഓഡിറ്റിങ്ങിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് അദ്ദേഹത്തിന്റെ ഓഡിറ്റിങ്ങിനെ സംബന്ധിച്ച് എനിക്ക് യാതൊരു തരത്തിലും പിന്നെ വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും അനുമാനം പറയുകയാണ്. അതിലും അദ്ദേഹം നിരീക്ഷിക്കുന്നത് ഇപ്പൊ ഈ IIIC കാര്യം ഞാൻ പറഞ്ഞല്ലോ, അവര് സബ് ചെയ്തിട്ടുണ്ട്, സബ് കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ട് പലതരത്തിലുള്ള അവിടുത്തെ പ്രവൃത്തികളും. ഈ സബ് കോൺട്രാക്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ മുഴുവൻ പിന്നെ ബില്ലുകളും കൃത്യമായി കിട്ടിയിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം പ്രധാനപ്പെട്ടതാണ്, ഈ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ അൺപ്രൊഫഷണൽ ആയിട്ടാണ് ഈ കാര്യം കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു വിമർശനമുണ്ട്. അത് ആരുടെയാണെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ അത്ര വിമർശനം ഉയർന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പരിശോധിക്കുന്ന ഘട്ടം വരുന്നുണ്ട്, ഇപ്പൊ തന്നെ വരുന്നുണ്ട്, ഇന്റേണൽ ആയിട്ടാണത്. മറ്റൊരു കാര്യം, പിന്നെ നിയമപ്രകാരം നമ്മുടെ ദേവസ്വം മാനുവൽ പ്രകാരം ഗവൺമെന്റിന് ഇടപെടാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന് ഓവറോൾ അഡ്മിനിസ്ട്രേഷൻ, രണ്ട് പിന്നെ ലാൻഡ് ഓർഡർ മെയിൻറ്റെയിനിങ്. അപ്പൊ അങ്ങനെ ഈ പൊതുഭരണ നിർവഹണവും ക്രമസമാധാന പാലനവും അല്ലാതെ ദേവസ്വം വകുപ്പിന് അവിടെ ഇടപെടാൻ ഒരധികാരവുമില്ല. ദേവസ്വം മാനുവൽ പ്രകാരം തന്നെ ഡേ ടു ഡേ അഫയേഴ്സ് മുഴുവനും ദേവസ്വം ബോർഡും റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ആചാരാനുഷ്ഠാന മുഴുവനും തന്ത്രിയും മേൽശാന്തിയും ഉൾപ്പെടെയുള്ള ആ വിഭാഗവും ആണ് നിർവഹിക്കണമെന്നുള്ളത് ദേവസ്വം മാനുവലിന്റെ പാർട്ട് 1 and 2 വ്യക്തമായി പറയുന്നതാണ്. അതിന്റെ ഭാഗം പിടിച്ചല്ലേ ഇതൊക്കെ നടക്കുന്നത് ശ്രീ? അത് എല്ലാ പൊതുജനങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ ഒരു മാനുവൽ കൊണ്ട് വെച്ചിരിക്കുകയാണ്, ഞങ്ങളൊന്നും ഇതിനകത്ത് ഇടപെടുന്നില്ലേ എന്ന് പറഞ്ഞ്. ശ്രീ എം ജയേന്ദ്രൻ, താങ്കളെ പോലുള്ള മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ സർക്കാരിന്റെ ഒരു ഇടപെടലും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ അത് പൊതുസമൂഹത്തോട് നേരെ നോക്കി നമ്മൾ കളിയാക്കുന്നതിന് തുല്യമായിരിക്കും. ഇതിനെല്ലാം മുന്നിൽ നെഞ്ചുവിരിച്ച് ദേവസ്വം മന്ത്രി ഉണ്ട്. അയ്യപ്പ സംഗമത്തിന്റെ മുന്നിൽ നെഞ്ചുവിരിച്ച് ദേവസ്വം മന്ത്രി ഉണ്ടായിരുന്നു ഏത് സമയത്തും. അയ്യോ ഞാനൊന്നും ഇടപെടില്ല, ഞാനിങ്ങ് മാറി നിൽക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞില്ല. അതേ ഇപ്പൊ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ യോഗങ്ങളിൽ മന്ത്രി പങ്കെടുക്കില്ല, ശരിയാണ്. പക്ഷേ അയ്യപ്പ സംഗമത്തിനായി വിളിച്ചു ചേർത്ത യോഗങ്ങളിലൊക്കെ മന്ത്രി പങ്കെടുത്തിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാവുന്ന കാര്യമാണ്. സർക്കാർ ഇത്രമാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ഒരു ആഗോള അയ്യപ്പ സംഗമത്തിന് സ്പോൺസർഷിപ്പ് പോലും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ, എന്നിട്ട് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറയുകയാണ് ഇനി ഞങ്ങൾ അതിന്റെ ബാക്കി സ്പോൺസർഷിപ്പ് കൂടി പിരിച്ചെടുത്തോളാമെന്ന്. അവിടെ അനിൽ വിളയിൽ പറയുന്ന വിശ്വാസത്തിൽ എടുക്കേണ്ടി വരും. കോടികളൊക്കെ വന്ന് മറിഞ്ഞിട്ടുണ്ട്, പക്ഷെ അതൊന്നും അക്കൗണ്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അല്ല, അതൊക്കെ നമുക്കറിയാം. ഹൈക്കോടതിയിലേക്ക് പോയിട്ടുണ്ടല്ലോ ഇന്ന്. സ്പെഷ്യൽ കമ്മീഷണറുടെ സീൽഡ് കവറിൽ ഉൾപ്പെടെയുള്ള റിപ്പോർട്ട്, ഓഡിറ്റർ റിപ്പോർട്ട് പോയിട്ടുണ്ടല്ലോ. അതൊക്കെ എത്ര ദിവസം ഒളിഞ്ഞിരിക്കും? ഇല്ലല്ലോ, പുറത്ത് വരുമല്ലോ. അനിൽ വിളയിൽ അത് കിട്ടുമല്ലോ. അദ്ദേഹത്തിന് കുറച്ചുകൂടെ ആക്സസിബിലിറ്റി ഉണ്ട് അവിടെ, അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഹൈക്കോർട്ടില് സേനാപതി വേണുവിനും ഉണ്ട്. അത് വേറെ കാര്യം. നമുക്കൊക്കെ, മഞ്ജുഷിനും എനിക്കും ഒക്കെ നമുക്ക് വേറെ ആക്സസുമാണുള്ളത്. അതൊക്കെ നമുക്കത് കിട്ടാനുള്ള വഴിയുണ്ട്. അപ്പൊ അതിൽ നമ്മൾ വ്യക്തതയോടെ കാണുകയും ചെയ്യും. പിന്നെ ഈ മറ്റൊരു തരത്തിലും ഈ സ്റ്റേറ്റ് ഗവൺമെന്റിനോ യൂണിയൻ ഗവൺമെന്റിനോ ഇടപെടാൻ പറ്റാത്ത വിധം ഉള്ള നിയമങ്ങളാണല്ലോ ഈ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഉള്ളത്. അത് ഹിന്ദുക്കളുടെ മാത്രമല്ല, ഏത് റിലീജിയൻ ആണെങ്കിലും ശരി ഗവൺമെന്റ് ഇടപെടാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ പിന്നെ ഈ മതനിരപേക്ഷമാണ്, സെക്യുലറാണ് നമ്മുടെ രാജ്യം എന്നുള്ളത് കൊണ്ടാണ്. എത്ര വിചാരിച്ചാലും കഴിയില്ല. അത് വേറൊരു വ്യത്യസ്തമായ നിലയും നിലപാടുമാണ്. അതുകൊണ്ട് പിന്നെ ഗവൺമെന്റ് ഇടപെടൽ എന്നൊക്കെ പറയുന്നതിന് വളരെ പരിമിതമായ അർത്ഥങ്ങളെ അവിടെ വാസ്തവത്തിൽ കൽപ്പിക്കാനും കാണാനും കഴിയൂ. ഇത് ആദ്യമായിട്ടല്ലല്ലോ. ഇപ്പൊ CPM ആദ്യമായിട്ട് അല്ലല്ലോ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത്. കോൺഗ്രസും ആദ്യമായിട്ടല്ലോ ദേവസ്വം ബോർഡ് ഭരിച്ചിട്ടുള്ളത്. എത്രയോ കാലങ്ങളായിട്ട് നടക്കുന്ന സമ്പ്രദായങ്ങളാണ് ഇതൊക്കെ. പിന്നെ പ്രഗത്ഭരായ എത്രയോ ആൾക്കാർ കോൺഗ്രസിന് തന്നെ ഉണ്ട്, ഞാൻ പറയേണ്ട കാര്യമില്ല. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട
പിന്നെ ജ്യേഷ്ഠ സുഹൃത്തായിരുന്നു ശരിയാണ്, അതൊക്കെ ശരിയാണ്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ പിന്നെ പറഞ്ഞു വരുമ്പോൾ സർക്കാർ ഖജനാവിൽ നിന്നും പണം പോയിട്ട് ഉണ്ട് കേട്ടോ. ഈ സർക്കാർ ബില്ലിംഗ് ആയിട്ടൊരു 37 ലക്ഷം രൂപയുണ്ട് ഈ അതിഥികളെ കൊണ്ടുപോയി താമസിപ്പിച്ചതിന്. ശ്രീ സേനാപതി വേണു, ഇത് SITയുടെ അന്വേഷണത്തിൽ കാര്യങ്ങൾ പുറത്തു വരുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? SITയിൽ മുന്നിലേക്കും അയ്യപ്പ സംഗമത്തിലെ കണക്കുകൾ പോയേക്കാം, അങ്ങനെ പോകുന്നുണ്ട്. അല്ലാതെ പുറത്തേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇവിടെ അനിൽ വിളയിൽ പറഞ്ഞതുപോലെ ഇതിന്റെ സ്പോൺസർമാരാരാണ് എന്നുള്ളത് ഇപ്പൊ ഈ 4 പേരുടെ മാത്രമാണ്, 3 പേരുടെ പേര് മാത്രം പുറത്തു വന്നിട്ടുള്ളൂ. അവര് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസോ വ്യക്തികളോ ആണ്. ഇനി അത് കൂടാതെ ആരിൽ നിന്നെങ്കിലും ഉണ്ടോ എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തട്ടെ. പക്ഷെ നമ്മുടെ മുമ്പിൽ ഇപ്പോ ജയചന്ദ്രൻ സാറ് ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കും, ഞാൻ ഈ ചാനൽ ചർച്ചയിൽ കയറുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഉൾപ്പെടെ ചാനലിൽ ശ്രീ ജയകുമാർ IASന്റെ അദ്ദേഹത്തിന്റെ എന്താ പറഞ്ഞ ചാനലുകൾക്ക് മുമ്പിലുള്ള സംവാദത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് 8 കോടിയോളം രൂപ ഓളം എന്നാണ്, കൃത്യമായി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇനിയും സ്പോൺസറിങ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ തന്നെ കണക്കിൽ പറഞ്ഞാൽ 3,40,00,000-ഓളം രൂപ എന്താ പറഞ്ഞ ദേവസ്വം ബോർഡിന്റെ ഇപ്പോൾ ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൈക്കോടതിക്ക് കൊടുത്ത ഉറപ്പും അത് തന്നെയാണല്ലോ പൊതുസമൂഹത്തിനും കൊടുത്തത്. 1 രൂപ പോലും ദേവസ്വം ബോർഡിന്റെ പണം ചെലവഴിക്കാതെയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നുള്ളതാണ്. പിന്നെ ജയചന്ദ്രൻ സാർ ഇപ്പോൾ പറഞ്ഞ കാര്യത്തിൽ എൻ്റെ വിയോജിപ്പ്, കാരണം അവിടെ നടന്ന എല്ലാ പരിപാടികളും അത് സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലല്ലേ അവിടെ നടന്നിട്ടുള്ളത് മുഴുവൻ. അവിടെ നടന്ന എല്ലാ പ്രക്രിയകളും സർക്കാർ നേരിട്ട്, അതായത് മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരുടെ ഒരു പട ഉൾപ്പെടെ ഇതര സംസ്ഥാനത്തെ ഉന്നത ഒഫീഷ്യൽസ് അല്ലെങ്കിൽ മന്ത്രിമാർ അവരുൾപ്പെടെ നടത്തിയിരിക്കുന്ന ഒരു പരിപാടി, അത് സർക്കാർ പൂർണ്ണമായിട്ടും സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയാണ്. VN വാസവനൊക്കെ എന്താ പറഞ്ഞ അന്നത്തെ വൈകുന്നേരത്തെ എത്ര ആഹ്ലാദചിത്തരായിട്ടാണ്. കാര്യം 526 ആളുകളെ പങ്കെടുത്തുള്ളൂ. ആ പങ്കെടുത്തത് മുഴുവൻ ബഹുഭൂരിപക്ഷവും സ്പെഷ്യൽ ബ്രാഞ്ചിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, വിവിധ സർവീസ് സഹകരണ ബാങ്കിലെ ഇടതുപക്ഷത്തിന്റെ ജീവനക്കാർ, യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാരൊക്കെ വളരെ കുറച്ചാണ് അവിടെ വന്നിട്ടുള്ളത്. അത് വേറെ കാര്യം, അതല്ല നമ്മുടെ വിഷയം. ഇവിടെ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം, ഭക്തരോടും പൊതുസമൂഹത്തോടും കോടതിയോടും പറഞ്ഞത് 1 രൂപ പോലും ദേവസ്വം ബോർഡിന്റെയോ സർക്കാരിന്റെയോ അല്ലെങ്കിൽ പൊതുഖജനാവിൽ നിന്ന് ചെലവഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തന്നെ 3.40, അതായത് 3,40,00,000 കണക്ക് പുറത്തു വരുന്നു. അപ്പോൾ ഇത് എങ്ങനെ ചെലവഴിക്കാൻ ഇവർക്ക് കഴിഞ്ഞു? അപ്പോൾ ഇവര് കോടതിക്ക് കൊടുത്ത, അല്ലെങ്കിൽ കോടതിയോടുള്ളവരുടെ ബഹുമാനം എന്ത്? അല്ലെങ്കിൽ ഭരണത്തിൽ ഒരു സംസ്ഥാന സർക്കാർ, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇത്ര നിരുത്തരവാദപരമായ ഒരു കാര്യം നിർവഹിച്ചതിന് ശേഷം എത്ര ലാഘവത്തോടെയാണ് ദേവസ്വത്തിന്റെ മന്ത്രി നമ്മളോട് പറയുന്നത്. അതൊക്കെ ദേവസ്വം ബോർഡ് ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ എന്തിനാ മന്ത്രി ഇതിൻ്റെ അകത്ത് അധ്യക്ഷ പ്രസംഗം നടത്താനും അല്ലെങ്കിൽ ആമുഖ പ്രസംഗം നടത്താനും ഈ പരിപാടികളൊക്കെ സംഘടിപ്പിക്കാൻ പോലും? ഇനി അല്ലാതെ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് മന്ത്രിയുടെ വാക്കുകൾ. അദ്ദേഹം എല്ലാ തവണയും അത് പറയാറുണ്ട്, അവിടെ വെള്ളം, വൈദ്യുതി ഇതെല്ലാം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അല്ല, ഈ സംഗമത്തിന്റെ ഒരു മുദ്രാവാക്യം ഇവർ പറഞ്ഞത് എന്താണ്? ഈ സംഗമത്തിന്റെ മുദ്രാവാക്യം ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക. അത് ആരുടെ ലക്ഷ്യമാണ്? ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ലക്ഷ്യമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ലക്ഷ്യമായിട്ടല്ലോ പറഞ്ഞത്. ആഗോള അയ്യപ്പ സംഗമം നടത്തി ശബരിമലയെ ആഗോള അയ്യപ്പന്മാർ സന്ദർശിക്കുന്ന ഒരു സന്ദർശന കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടി ആണ് ഈ വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് ഉൾപ്പെടെ അയ്യപ്പ ഭക്തരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ പരിപാടി നടത്തുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാം നടത്തിയത് സർക്കാർ, അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഇതുവരെയും എടുത്തത് സർക്കാർ. പക്ഷെ ഇപ്പൊ പണം ചെലവഴിച്ച കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അത് ദേവസ്വം ബോർഡിൻ്റെതാണ്. ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് അത് ശരിയാണ്, പ്രത്യേകമായി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ഥാപനമാണ് എങ്കിലും അത് ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നു. അതിൽ പൊതുജനങ്ങൾ സംഭാവന ചെയ്തിരിക്കുന്ന, ഭക്തർ സംഭാവന ചെയ്തിരിക്കുന്ന പണമാണ്. ആ പണം ദൂർത്തടിക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ആഗോള അയ്യപ്പ സംഗമത്തിന് നിബന്ധനകളോടെ, ഉപാധികളോടെ സംഗമം നടത്താനുള്ള അനുമതി കൊടുത്തത്. ആ കൊടുത്ത അനുമതി പോലും ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ദേവസ്വം മന്ത്രിക്ക് ആ വകുപ്പിൽ ഇനി തുടരാനുള്ള അവകാശമില്ല എന്നുള്ളതാണ്. കാരണം അതാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്, ഒരു സത്യപ്രതിജ്ഞയുടെ ലംഘനം കൂടിയാണ്. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഒരു സത്യപ്രതിജ്ഞയുടെ ലംഘനം കൂടിയാണ് നടത്തിയിരിക്കുന്നത്. ഇനി അങ്ങനെ ശരി, ശ്രീ ജയേന്ദ്രൻ, അതിനുള്ള മറുപടി. തിരുവിതാംകൂർ ദേവസ്വം വകുപ്പിന് ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് പറയുമ്പോൾ എന്തിനാണ് ദേവസ്വം വകുപ്പ് എന്നുള്ള ചോദ്യം അടുത്തിടെയായി ഉയർന്നു വരുന്നു കേട്ടോ. സ്വർണ്ണക്കൊള്ളയുടെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഞങ്ങൾക്ക് ദേവസ്വം ബോർഡുകളിൽ ഒരു ബന്ധവുമില്ല, നിയമം അങ്ങനെയല്ല പറയുന്നത് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം മുന്നിൽ നിന്ന് നിയന്ത്രിക്കുകയും നടത്തുകയും ചെയ്തിട്ട് ഇപ്പോൾ അതിന്റെ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, ദേവസ്വം വകുപ്പ് അതിലൊന്നും ഇടപെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുന്നു. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് കേരളത്തിൽ ദേവസ്വം വകുപ്പ്? കേരളത്തിലല്ലെന്നേ ഞാൻ പറഞ്ഞത്, മൊത്തത്തിലല്ലേ പറഞ്ഞത്.
യൂണിയൻ ഗവൺമെന്റിനോ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കോ ഏതെങ്കിലും മതത്തിന്റെ ആരാധനാലയങ്ങളിൽ ഇടപെടാനുള്ള കൈകടത്താനുള്ള ഒരു അവകാശവും സ്വാതന്ത്ര്യവും നിയമപ്രകാരം ലഭിക്കുന്നതേയില്ല. അങ്ങനെ ആരെങ്കിലും കൈ കടത്തിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെതിരെ പോരാടണം എന്ന് തന്നെ ഞാൻ പറയൂ. കാര്യം അധികാരമില്ലാത്ത പ്രവൃത്തി ചെയ്യാൻ ഒരു ഗവൺമെന്റ് തയ്യാറായാൽ അതിനെ ചോദ്യം ചെയ്യണ്ടേ? അതങ്ങനെ തന്നെ വേണം. എന്റെ ബോധ്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ജനറൽ അഡ്മിനിസ്ട്രേഷൻ, പൊതുഭരണ നിർവഹണം. രണ്ട്, ലോ ആൻഡ് ഓർഡർ, ക്രമസമാധാന പാലനം. ഈ കാര്യങ്ങൾ അവർ നോക്കണം. ഈ പൊതുഭരണ നിർവഹണം ഉള്ളതുകൊണ്ടാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ശബരിമല സന്ദർശിക്കാൻ വന്നപ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രി അവർക്ക് അകമ്പടി സേവിക്കാൻ നിയുക്തനായതും അവിടെ പോകേണ്ടി വന്നതും. അത് അദ്ദേഹത്തിന്റെ ചുമതലയിൽ വരുന്നത് അങ്ങനെയാണ്. എന്തുകൊണ്ട് ദേവസ്വം പ്രസിഡന്റ് പോയില്ല നമ്മൾ ചോദിക്കില്ല. കാര്യം ദേവസ്വം പ്രസിഡന്റ് അല്ല അവിടെ പോകേണ്ടത്, ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ പ്രധാനപ്പെട്ട ചുമതലയിൽ വരുന്ന കാര്യമാണത്. അത്തരം കാര്യങ്ങളാണ് അവർ നോക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും കാര്യങ്ങൾ അവർ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് നിയമാനുസൃതമല്ല. അതിൽ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഇടപെട്ടില്ലേ? ആഗോള അയ്യപ്പ സംഗമത്തിൽ ഇടപെട്ടില്ലേ? ഇല്ല. ഗവൺമെന്റ് എന്നുള്ള നിലയിലല്ലോ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 75ാമത് വാർഷികം പ്രമാണിച്ചാണല്ലോ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് തന്നെ. അത് പേരിൽ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. പേരിൽ അങ്ങനെയാണ്, പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചാണ് നടത്തുന്നത്, പേരിൽ മാത്രം. സാറേ, ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് ഈ പൊതുഭരണത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണോ? ഈ ദേവസ്വം ബോർഡിന്റെയാണേ, ദേവസ്വം ബോർഡിന്റെ 75ാമത് വാർഷികം പ്രമാണിച്ച് അതങ്ങനെ തന്നെയാണല്ലോ. എവിടെയും പ്രദർശിപ്പിൽ ഷോക്കേസ് ചെയ്യപ്പെട്ടത് അങ്ങനെ തന്നെയാണല്ലോ. 75ാമത് വാർഷികം അതിന്റെ ഭാഗമായിട്ടാണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ദേവസ്വം ബോർഡിന് ആൾക്കാരെ, മന്ത്രിയോ മുഖ്യമന്ത്രിയോ മന്ത്രിമാരെയോ ഒക്കെ വിളിച്ചോണ്ട് വരാം. പക്ഷേ പുറത്തുനിന്നുള്ള, താങ്കൾ ആദ്യം പറഞ്ഞല്ലോ, വിദേശത്തു നിന്നുള്ള ഡെലിഗേറ്റ്സ് ആരെങ്കിലും ഉണ്ടായിരുന്നിരിക്കാം, മറ്റു സംസ്ഥാന ഡെലിഗേറ്റ്സ് ഉണ്ടായിരുന്നിരിക്കാം, ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും വിളിച്ചിരിക്കാം. അത്തരം കാര്യങ്ങളിൽ ഇവരുടെ ഗൈഡൻസും ഉണ്ടായിരുന്നിരിക്കാം, ദേവസ്വം വകുപ്പിന്റെ. ഇല്ലാന്ന് പറയാൻ കഴിയില്ല. അതിനോട് ഞാൻ യോജിക്കും. അത്തരം കാര്യങ്ങൾ ഇപ്പൊ പ്രോട്ടോകോൾ ഓഫീസറുടെ ഇതിന്റെ ബില്ലിന്റെ കാര്യം പറഞ്ഞില്ലേ, കോട്ടയത്തെ, അത്തരം കാര്യങ്ങൾ വരാം. അതെ, അത്തരം കാര്യങ്ങൾ വരാം. പക്ഷെ അത് എങ്ങനെയാണ് അക്കൗണ്ടിങ്ങിൽ ഓഡിറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് നമ്മുടെ സ്പെഷ്യൽ കമ്മീഷണറുടെ അവിടുത്തെ സീൽഡ് കവറിൽ വെച്ച റിപ്പോർട്ടിനുള്ളിൽ ഇന്ന് കൊടുത്തിട്ടുള്ളത്. അത് ഹൈക്കോടതി എങ്ങനെയാണ് അതിനെ അക്നോളജ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും അതിന്റെ കാര്യങ്ങൾക്കുള്ള തീർപ്പ് വരാനായിട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, ശ്രീ അനിൽപിള്ളയിൽ, അങ്ങനെ ഇടപെട്ടാലാണ് പ്രശ്നം, ദേവസ്വം വകുപ്പ് ഇടപെട്ടാലാണ് പ്രശ്നം, ഇടപെടരുത്, അങ്ങനെ ഇടപെടുന്നില്ല എന്നാണ് ശ്രീ ജയേന്ദ്ര സാറിന്റെ വാദം. അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളെ പറ്റി എനിക്ക് യാതൊരു വ്യക്തതയും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് മറുപടി പറയാൻ സാധിക്കില്ല. ഞാൻ മുമ്പേ പറഞ്ഞു വന്നതിന്റെ ബാക്കി പൂരിപ്പിക്കാൻ എനിക്ക് ദയവായിട്ട് അവസരം തരണം. കാരണം കേരളത്തിലെ നല്ല ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തരുള്ള ഒരു മൂർത്തി എന്ന് പറയുന്നത് ശബരിമല ധർമ്മശാസ്താവാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം CPM, കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ബിംബം എന്ന് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റിയ ആള് ശ്രീ പിണറായി വിജയനുമാണ്. അതിന് അയ്യപ്പ സംഗമത്തിന് വേണ്ടി പിണറായിയുടെ വലിയ പടമുള്ള പോസ്റ്ററുകൾ കേരള വ്യാപകമായി പ്രദർശിപ്പിച്ചിട്ട് ഇത്ര വലിയൊരു മഹാസംഗമം നടത്തിയപ്പോൾ 4 കോടി രൂപ 8 കോടി രൂപ സ്പോൺസർഷിപ്പിൽ കൂടി കണ്ടെത്താൻ ഇവർക്ക് സാധിച്ചില്ല എന്ന് പറയുന്നിടത്താണ് ഇതിന്റെ ദുരൂഹത എന്നാണ് ഞാൻ വീണ്ടും പറയുന്നത്. കേരളത്തിലെ ഘടാഘടിയന്മാരായിട്ടുള്ള 10-15 മന്ത്രിമാർക്ക് ഓരോരോ സ്പോൺസർഷിപ്പിന്റെ ചുമതല കൊടുത്തുകൊണ്ട് നാട് നീളെ പിരിക്കുകയായിരുന്നു. ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ള, റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ഫണ്ട് റൈസർമാരിൽ ഒരാളായിട്ടുള്ള ദേവസ്വം മന്ത്രി വാസവൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് 8 കോടി രൂപ എന്തേ സംഘടിപ്പിക്കാൻ സാധിച്ചില്ല? ഞാൻ പറഞ്ഞു വരുന്നത്, ഇവർ 8 കോടി രൂപയല്ല ഇതിനു വേണ്ടി പിരിച്ചിരിക്കുന്നത്, 80 കോടി രൂപ പിരിച്ചു കാണും. ഇലക്ഷൻ വരാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് ഫണ്ട് കളക്ട് ചെയ്തത് തന്നെയാണ് ഈ സംഭവത്തിന്റെ പിന്നിലുള്ളത്. അതാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇതിനകത്ത് ഓഗസ്റ്റ് മാസം 8-ാം തീയതി ചേർന്ന ദേവസ്വം ബോർഡിന്റെ യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് ഈ ദേവസ്വം ബോർഡിന്റെ ജൂബിലി ആഘോഷിക്കാൻ തീരുമാനിച്ചതെന്ന് പറയുന്നു. നവംബർ മാസത്തിൽ കാലാവധി തീരാൻ പോകുന്ന ഈ പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി എന്തുകൊണ്ടാണ് ഈ 2 മാസം കൊണ്ട് തിരക്ക് പിടിച്ച് ഈ പരിപാടി നടത്തിയത്? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് നമ്മൾ സാധാരണ ഭക്തജനങ്ങൾ ശബരിമലയിലേക്ക് പോകുമ്പോൾ പറയാറുണ്ട്, കല്ലും മുള്ളും കാലുക്കും എത്താം. ഈ രാഷ്ട്രീയക്കാരായിട്ടുള്ള ഈ കള്ളന്മാർ പറയുന്നത് എന്താണ്? സ്വർണവും പണവും ഞങ്ങൾക്ക് മോഷ്ടിക്കാനെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ശബരിമല പോകുന്നത്. ഇവർ ശബരിമല എന്ന് പറയുന്ന ആഗോള തീർത്ഥാടന കേന്ദ്രത്തിനെ കൊള്ളയടിക്കാനുള്ള ഒരു കേന്ദ്രമാക്കി മാറ്റി, പാർട്ടി വളർത്താനുള്ള കേന്ദ്രമാക്കി മാറ്റി. ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഉണ്ണികൃഷ്ണൻ പോറ്റി ആയിരുന്നല്ലോ കഴിഞ്ഞ ഏറെ കാലമായി ശബരിമലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പോൺസർ.
ഈ ശബരിമലയിലെ ഈ തട്ടിപ്പ് സംഗമത്തിന്റെ സമയത്താണല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വായിൽ നിന്ന് എന്തോ ഒന്ന് പുറത്തേക്ക് വന്നത്. ആ സമയത്ത് അതിന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിയും ആ സമയത്തെ ദേവസ്വം ബോർഡിന്റെ പ്രധാനപ്പെട്ട കാര്യകർത്താക്കളും തമ്മിൽ ഏതോ ഒരു പടലപ്പിണക്കം ഉണ്ടായി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വലിയ റോള് കൊടുത്തില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞേക്കാവെന്നും വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതാണ് ഇന്ന് വലിയ 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 കൊള്ളകളിലേക്ക് പൊക്കോണ്ടിരിക്കുന്നത്. ഇത് റിവേഴ്സ് ഗിയറിലാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം പൊക്കോണ്ടിരിക്കുന്നത്. ഓരോന്ന് കണ്ടുപിടിച്ച് പുറകോട്ട് പോകുമ്പോൾ ഹൈക്കോടതി ഓരോ തവണയും ഈ കേരളത്തിലെ മൊത്തം പോലീസുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് SIT രൂപീകരിച്ചാലും ശബരിമലയിലെ 75 വർഷക്കാലത്തെ കൊള്ള അന്വേഷിക്കാൻ സാധിക്കില്ല. അതാണ് വാസ്തവം. കാരണം ശബരിമല എന്ന് പറയുന്നത് വലിയൊരു കൊള്ള സങ്കേതമാക്കി കേരളത്തിലെ രാഷ്ട്രീയക്കാർ മാറ്റി. മന്നത്തിന്റെയും ശങ്കറിന്റെയും ശരി, ശ്രീ M. ജയേന്ദ്രൻ, ഈ സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ അയ്യപ്പ സംഗമത്തിന്റെ വിജയത്തിൽ അസ്വസ്ഥരായാണ് ഈ പ്രതിപക്ഷം ഇങ്ങനെ കൊള്ളയുമായി രംഗത്തെത്തിയത്. അവിടെ പോറ്റിയെ കൊണ്ടുവന്നത് പ്രതിപക്ഷമാണ് എന്ന് എത്രയോ തവണ ഇവിടെ മന്ത്രി VN വാസവൻ പറഞ്ഞിരിക്കുന്നു. അതായത് അയ്യപ്പ സംഗമം അത് വിശ്വാസികൾ ഏറ്റെടുത്തു, അപ്പോൾ അതിൻ്റെ തിളക്കം കുറയ്ക്കുന്നതിന് വേണ്ടി ചെയ്ത പ്രവൃത്തിയാണെന്നാണ്. പിന്നെ ഇദ്ദേഹം പറഞ്ഞതുപോലെ, അനിൽ വിളയിൽ പറഞ്ഞതുപോലെ, നാട് നീളെ മുഖ്യമന്ത്രിയുടെ മുഖമുള്ള ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു അയ്യപ്പ സംഗമത്തിൻ്റെ വിജയത്തിനായിട്ട്. എന്നിട്ടും പറയുകയാണ് ഞങ്ങൾ ഇതിലൊന്നും ഇല്ലായിരുന്നു, ഞങ്ങൾ മാറി നിൽക്കുകയായിരുന്നു. ഇതെല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി നടത്തിയ ഒരു പരിപാടി മാത്രമാണ്, ഒരു സമ്മേളനം മാത്രമാണ് എന്ന്. ഇതാണ് ജനങ്ങളെ പറ്റിക്കൽ എന്ന് പറയുന്നത്. ശ്രീ M. ജയേന്ദ്രൻ, താങ്കൾ ഇതിനോട് യോജിക്കില്ലായിരിക്കും, കാരണം അങ്ങനെ ഇടപെടാൻ പാടില്ല എന്നതിനെ നിലപാടെടുക്കുമായിരിക്കും. പക്ഷെ സംഭവിച്ചത് അങ്ങനെയാണ്. അല്ല, അതില് ഈ 2025 സെപ്റ്റംബർ 20-നാണല്ലോ ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന പരിപാടി നടക്കുന്നത്. അതിന് ദിവസങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ സെപ്റ്റംബർ 16 രാത്രിയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഏഷ്യാനെറ്റിലൂടെ വെളിപ്പെടുത്തൽ നടത്തുന്നത്. ദ്വാരപാലക പീഠം കാണാനില്ല എന്ന് പറഞ്ഞു. വലിയ ചർച്ചയാവുന്നു രാത്രിയിൽ. പിറ്റേ ദിവസം, അപ്പോൾ അസംബ്ലി സെഷൻ നടക്കുന്ന സമയമാണ്, പിറ്റേ ദിവസം രാവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ പ്രശ്നം സഭയിൽ ഉന്നയിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു മന്ത്രി VN വാസവൻ ഇന്ന് ഇവിടെ രാജിവെക്കണം എന്ന് മാത്രമല്ല കാട്ടുകള്ളനായ PS പ്രശാന്തിനെ പിടിച്ച് പുറത്താക്കുകയും വേണം. ഇതാണ് അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം തലേ ദിവസം രാത്രിയിൽ പോറ്റി പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുകയാണ്. പെട്ടെന്ന് തന്നെ ബോർഡ് അന്വേഷണം ഉത്തരവിടുന്നു. ബോർഡിന് വിജിലൻസ് ഉണ്ടല്ലോ, സുനിൽകുമാറാണ് SP. അന്വേഷണത്തിന് ഉത്തരവിടുന്നു. 20-ാം തീയതി ഇത് കഴിഞ്ഞു. 23-ന് BJPയുടെയും VHPയുടെയും ഒക്കെ പരിവാർ സംഘടനകളുടെ അതും കഴിയുന്നുണ്ട് പന്തളത്തെ. അതിന് തൊട്ടടുത്ത ദിവസമാണെന്ന് തോന്നുന്നു, അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ 23-ന് തന്നെ ഇയാളുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന്, ആറ്റിങ്ങലിൽ നിന്ന് ഈ ദ്വാരപാലക പീഠം കണ്ടെടുക്കുകയാണല്ലോ. അപ്പോൾ തുടങ്ങി വെക്കുന്നത് ഇയാൾ തന്നെയാണ്. ശബരിമലയിലെ ഒരു വലിയ കൊള്ളയിലേക്ക് വാതിൽ തുറന്നു വെക്കുന്നത് വിശ്വാസികളുടെ ഒരു കൺസേണിൽ, ഒരു സീരിയസ് കൺസേണിൽ നമ്മൾ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ പറയുമ്പോൾ അയ്യപ്പൻ തന്നെ ഇയാളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഇയാളുടെ കള്ളത്തരങ്ങൾ ഓരോന്നായിട്ട്. അതിന്റെ തുടക്കമാണ് സെപ്റ്റംബർ 16 രാത്രിയിൽ കണ്ടത്. പിന്നീട് അത് മുമ്പോട്ട് വരികയാണുള്ളത്. അത് നന്നായില്ലേ? ആ സംഭവങ്ങൾ വന്നത് നന്നായില്ലേ? അതുകൊണ്ടൊരു വലിയ സ്വർണ്ണക്കൊള്ളയുടെ കാര്യങ്ങൾ, രഹസ്യമാക്കി വെച്ചിരുന്ന കാര്യങ്ങൾ പുറത്തു വന്നില്ലേ? അതിനെ നമ്മൾ നല്ലതായിട്ട് കാണുക. ഞാൻ ചീത്തയായിട്ടല്ല പറഞ്ഞത്, നല്ലതായിട്ടാണ്. പക്ഷെ മന്ത്രി പറയുന്നതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്തോ സർക്കാരിനെ തകർക്കുവാൻ വേണ്ടി പ്രതിപക്ഷം ചെയ്ത പണി എന്താണ്? അങ്ങനെയൊന്നുമല്ല, വിവരങ്ങൾ പുറത്തു വന്നത് നന്നായി. അല്ല, ഇന്റൻഷൻ എന്തായിരുന്നു? പിന്നെ അയ്യപ്പ സംഗമത്തിന് ശോഭ കെടുത്താനെന്നൊക്കെ. അയ്യപ്പ സംഗമത്തിന് ഒരു ശോഭയും ഇല്ലായിരുന്നു, അതൊരു തട്ടിപ്പ് സംഗമമായിരുന്നു. അല്ല, ദ്വാരപാലക പീഠം, ഞാൻ ഏതാ അയ്യപ്പ സംഗമത്തിന്റെ തട്ടിപ്പ് സംഗമം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞില്ലേ, നിലയ്ക്കല് പമ്പയിലെ സന്നിധാനത്ത് എന്താണ് വരേണ്ട ഡെവലപ്മെന്റ്സ് എന്നുള്ള അതുവരെ ആരുടെയെങ്കിലും മനസ്സിലുണ്ടായിരുന്ന ആശയങ്ങളോ അല്ലെങ്കിൽ ഇത് നേരിട്ടറിയാവുന്ന ഭരണത്തിലെ ഇപ്പോ ദേവസ്വം ബോർഡിലെ, ദേവസ്വം വകുപ്പിലെ, ഹൈക്കോടതിയിലെ ഒക്കെ ബന്ധപ്പെട്ട ആൾക്കാരുടെ മനസ്സിൽ മാത്രമുള്ള കാര്യങ്ങളായിരുന്നു അതുവരെ ഉള്ളത്. പക്ഷെ അതിനെ ഷോക്കേസ് ചെയ്തിട്ടാണ്. ആരുടെ മുന്നിൽ ഷോക്കേസ് ചെയ്തു? ആരാണ് അവിടെ പങ്കെടുത്തത്? ശ്രീ ജയേന്ദ്രൻ സാർ, ഞാനവിടെ പോയതാണ്. ആരാണ് അവിടെ പങ്കെടുത്തത്? കോച്ച് അവിടെ അല്ല, പലരും ആ വേദിയിൽ നിന്ന് ഉറങ്ങുകയായിരുന്നു. അവർക്കൊന്നും ഒന്നും മനസ്സിലായില്ല. ശരിയാണ്, ജയകുമാർ സാറിനെ പോലെയുള്ള പ്രഗത്ഭ വ്യക്തികൾ ഉണ്ടായിരുന്നു. അവരായിരുന്നു ഇത് പേപ്പറൊക്കെ അവതരിപ്പിച്ചത്.
പക്ഷെ അതുകൊണ്ടൊന്നും ഒരു അല്ല, ആയിക്കോട്ടെ. ഗുണവും അവിടെ ഉണ്ടായില്ല. കാരണം അവതരിപ്പിക്കേണ്ടവരുടെ പറഞ്ഞോട്ടെ. മുന്നിലല്ല അല്ല, അവതരിപ്പിച്ചത് അത്. അല്ല ഇത് മഞ്ജുഷ, ഇത് നമ്മളിത് എങ്ങനെ കൺസീവ് ചെയ്യുന്നുള്ളൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഓരോരുത്തരും ഇതിനെ എങ്ങനെയാണ് സ്വാംശീകരിക്കുന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതൊരു ട്രേഡ് ഫെയർ ആയിരുന്നില്ല. ഇപ്പൊ മഞ്ജുഷ പറയുന്നത് കേട്ടാൽ അവിടെ വരാത്ത ന്യൂസ് 18 പ്രേക്ഷകന് തോന്നുക അതൊരു പക്ഷേ ട്രേഡ് ഫെയർ ആയിരുന്നിരിക്കാം, അവിടെ നിന്ന് കുറെ പൈസ കിട്ടുമായിരിക്കാം എന്നുള്ളതായിരിക്കും. അത് ട്രേഡ് ഫെയർ അല്ലല്ലോ. അത് പിന്നെ ഷോക്കേസ് ചെയ്യുന്ന എന്താണ്, ഞാൻ ഈ പറഞ്ഞതുപോലെ നിലയ്ക്കല്, പമ്പയില്, സന്നിധാനത്ത് ഉണ്ടാകേണ്ട ഡെവലപ്മെന്റ്സ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സ് ഏത് രൂപത്തിലായിരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള വിസിബിൾ ആയിട്ടുള്ള ഡീപ്പ് ഡിസ്കഷൻസ് ആണ് നടക്കുന്നത്. അത്രയും ഡീപ്പായ ഡിസ്കഷൻസ് മഞ്ജുഷ അവിടെ ഉണ്ടായിരുന്ന ആളല്ലേ. അതിന് തൊട്ടടുത്ത മണ്ഡലകാലത്ത് എന്താണ് സംഭവിച്ചത്? ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു തിരക്ക് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് പരവശനായി നിൽക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയകുമാർ സാറിനെയായിരുന്നു. അതല്ല ഇതുകൊണ്ടുണ്ടായ നേട്ടം എന്താണെന്നും കൂടിയാണ് ഞാൻ ചോദിച്ചത്. വിഷനാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, അദ്ദേഹം പിന്നെ പ്രസിഡന്റായി പിന്നെ ചുമതല ഏൽക്കുന്നതിന് മുൻപ് തന്നെ ഗവൺമെന്റ് ഇത് അദ്ദേഹത്തെ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ തന്നെ എന്താണ് വിഷൻ, അപ്പൊ ഈ ശബരിമലയുടെ പിന്നെ ഡെവലപ്മെന്റ് സ്കീം അദ്ദേഹം പറയുന്നുണ്ട് 1 വർഷം കൊണ്ട് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, അത് പരമാവധി ഇന്ത്യൻ രൂപത്തിൽ നടപ്പിലാക്കാൻ കഴിയുക, അത് ഈ മകരവിളക്ക് കഴിഞ്ഞിട്ടാണ്, 2026 മകരവിളക്ക് കഴിഞ്ഞതിന് ശേഷമാണ് നടപടികളിലേക്ക് പോകാൻ കഴിയുക എന്ന് അന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. ഈ നവംബർ പകുതിക്ക് മുൻപ് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഈ ഡെവലപ്മെന്റ്സ് ഒന്നും ഇല്ല. എന്നിട്ടാണ് അദ്ദേഹം, അപ്പൊ അദ്ദേഹത്തിന്റെ വിഷൻ അതാണ്. അദ്ദേഹം ദേവസ്വം പ്രസിഡന്റായി തീരുമാനിക്കപ്പെടുകയും ചെയ്തതാണ്. അത് നമുക്ക് നമ്മുടെ മുമ്പിൽ അന്നേ അതുണ്ട്. അതിന് എത്രത്തോളം അദ്ദേഹം പറഞ്ഞ 1 വർഷമാണ് അദ്ദേഹം മിനിമം കാലാവധി ഒന്ന് തുടങ്ങാനായിട്ട്, ആദ്യ കാൽവെപ്പിന് വേണ്ട സമയമായിട്ട് 1 കൊല്ലമാണ് കാണുന്നത്. പക്ഷെ എനിക്ക് 2 വർഷമേ ഉള്ളൂ. ഈ 2 വർഷം കൊണ്ട് എത്രത്തോളം ചെയ്യാൻ കഴിയുമെന്ന് അറിയില്ല. എങ്കിലും ആദ്യത്തെ 1 വർഷം കൊണ്ട് പ്രധാനപ്പെട്ട കാൽവെപ്പുകൾ നടത്താൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം എന്നാണ് ശ്രീ ജയകുമാർ അന്ന് പറഞ്ഞ പിന്നെ സെന്റൻസ് അതാണ്. അതിനുവേണ്ടി പമ്പയിൽ കുറച്ച് ആളുകളെ കൂട്ടി അവരുടെ മുന്നിൽ ഇത് അവതരിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. കാരണം അത് കണ്ട എനിക്ക് അത് അങ്ങനെയാണ് തോന്നിയത് കേട്ടോ. താങ്കൾ അവിടെ പോയിട്ടില്ലാത്തതുകൊണ്ട് താങ്കൾക്ക് അറിയില്ല. കണ്ട എനിക്ക് അല്ല, അത് കേട്ട എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. താങ്കൾ ഉണ്ടായിരുന്നു. ശരി ശരി, സോറി. ഞാൻ മുഖ്യമന്ത്രി തലേദിവസം അവിടെ വന്ന് താമസിക്കുന്നത് മുതൽ പിറ്റേ ദിവസം ഈ പരിപാടി തീരുന്നത് വരെ ഞാൻ അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെള്ളാപ്പള്ളി പോകാനുണ്ടായ സാഹചര്യം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഞാൻ. അതുകൊണ്ട് ആ സാഹചര്യത്തെ കുറിച്ച് ഞാൻ വിശദീകരിച്ചത് പിന്നീട് ഒരു ചാനലിൽ. അത് തലേദിവസം മുതൽ ഞാൻ അവിടെ ഉണ്ട്. ഇതെല്ലാം ഞാൻ കാണുകയാണല്ലോ. അപ്പൊ പിന്നെ ഇപ്പൊ താങ്കൾക്ക് മഞ്ജുഷ പറഞ്ഞതുപോലെ ഞാൻ അങ്ങനെയാണ് കാണുന്നത്. താങ്കൾക്ക് അങ്ങനെ കാണാനുള്ള സ്വാതന്ത്ര്യം. ശരി, ശ്രീ സേനാപതി വേണു, ഇതൊരു ഈ ശബരിമലയെ ഷോക്കേസ് ചെയ്യുവാനുള്ള, അവിടുത്തെ വികസനത്തെ ഷോക്കേസ് ചെയ്യുവാനുള്ള ഒരു വേദിയായിരുന്നു എന്നാണ് ശ്രീ എം ജയേന്ദ്രൻ പറയുന്നത്. എനിക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ അവിടെ പോയി കണ്ടയാളാണ്. എന്താണ് ഇപ്പോൾ ഇന്ന് വി.ഡി. സതീശൻ പറയുന്നത് കേട്ടു, 600 പേർക്ക് വേണ്ടിയാണ് ഈ 8 കോടി രൂപ ചെലവഴിച്ചത് എന്ന്. അല്ല, ശബരിമലയിലെ ഭക്തർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്ത് എന്ന് ഒരു പ്രാവശ്യമെങ്കിലും അവിടെ പോയ ഭക്തന്മാർക്കറിയാം. അവിടെ എന്താണ് ഒരു ഭക്തന് വേണ്ട ആവശ്യം എന്ത് എന്നുള്ളത്. അവിടെ തിരക്കില്ലാതെ ദർശനം നടത്താനുള്ള സൗകര്യം ഉണ്ടാകണം. നമുക്ക് കുടിവെള്ളത്തിന് ആവശ്യമുള്ള സമയത്ത് അത് കിട്ടണം. പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യം വേണം. നിലയ്ക്കലിലും പമ്പയിലും എത്തും നമ്മുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഇവ കാര്യങ്ങളൊക്കെ ശബരിമലയിൽ പോയിട്ടുള്ള ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അത് ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഒന്നും ഒരു കാര്യമില്ല. അത് ഇനിയിപ്പോൾ ജയചന്ദ്രൻ സാറിനോട് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയുന്നു, അതൊന്നും ആയിരുന്നില്ലല്ലോ അവിടുത്തെ പ്രശ്നം. സാർ, ഇതൊന്നും അല്ലല്ലോ പ്രശ്നം. അവിടെ യുവതീ നേരിട്ടങ്ങ് പറയാം, അവിടെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ഗവൺമെന്റ് നടത്തിയ, ഭക്തർക്കെതിരെ നടത്തിയ പ്രവർത്തനങ്ങൾ, അതിൽ യഥാർത്ഥത്തിൽ ഇടതുപക്ഷക്കാരൻ ഇപ്പോഴും പശ്ചാത്തപിക്കുന്നു. അതിനെ ഇനി ഒന്ന് തിരുത്താനായിട്ട് എന്തെങ്കിലും പറ്റുമെങ്കിൽ അതിൻ്റെ പേരിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തി അയ്യപ്പ ഭക്തരുടെ മനസ്സിലെത്തിയിരിക്കുന്ന മുറിവ് തിരുത്താൻ കഴിയുമോ എന്നുള്ളൊരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ലക്ഷ്യമൊക്കെ പാളിപ്പോയി. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നത് നേരെയാണോ വളഞ്ഞാണോ എന്നുള്ളത് അറിയത്തില്ല. ഇതെല്ലാം അയ്യപ്പൻ വഴി ഉണ്ടായിരിക്കുന്ന ഒരു നിമിത്തമാണ്. അതുകൊണ്ട് എല്ലാ തട്ടിപ്പുകളും ഇപ്പോൾ ഒന്നൊന്നായി പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. തട്ടിപ്പുകാരെല്ലാം ജയിലിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ നമ്മൾ ചർച്ച തുടങ്ങുമ്പോൾ വാസു ജാമ്യത്തിൽ ഇറങ്ങി എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. ഗവൺമെന്റ് SIT ഇത് സത്യസന്ധമായ രീതിയിലാണ് ഇതിൻ്റെ അന്വേഷണം തുടർന്നും അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുന്നത് എങ്കിൽ ഈ കുറ്റവാളികളൊക്കെ, ഈ മോഷ്ടാക്കളെല്ലാം കുടുങ്ങുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മറിച്ച്
ഇനി SIT-യെ പോലും സമ്മർദ്ദത്തിലാഴ്ത്തിക്കൊണ്ട് അവർക്ക് മേൽ ചില കളങ്കിതർ എന്ന് ഞാൻ പറയില്ല, സർക്കാരിൽ വലിയ സ്വാധീനമുള്ള IPS ഉദ്യോഗസ്ഥരെ വെച്ച് ഈ SIT-യുടെ അന്വേഷണം ഇനി അനിൽ വിളയിൽ പറഞ്ഞ പോലെ പുറകോട്ട് കൊണ്ടുപോകാനാണെങ്കിൽ ലക്ഷ്യത്തിലെത്തത്തില്ല. അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എങ്കിൽ ഈ കൊള്ളകൾ നടത്തിയിരിക്കുന്ന സ്വർണം അവിടുന്ന് കൊണ്ടുപോയിരിക്കുന്ന ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അത് പുറത്തേക്ക് വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇവിടെ നമ്മൾ ഈ ചർച്ച നടത്തുമ്പോഴും ഈ സ്വർണ്ണക്കൊള്ളയിൽ പ്രധാനപ്പെട്ട ആളുകൾ 90 ദിവസം കഴിഞ്ഞ് 110 ദിവസമായിട്ടും ഒരു പ്രാഥമിക കുറ്റപത്രം പോലും കൊടുക്കാതെ അവരെല്ലാം, മലയാളത്തിൽ ഒരു പഴമൊഴിയുണ്ടല്ലോ, ഉളി പോലെ ഊരിപ്പോരുന്ന ആ സ്ഥിതിവിശേഷമാണ്. ഇനി ഈ കേസ് തെളിയും എന്നുള്ളത് അത് നമുക്ക് കാത്തിരുന്ന് കാണുക മാത്രമേ ഉള്ളൂ. കാരണം ഇത് മോഷണമാണ്, മിസ്അപ്രോപ്രിയേഷനോ അല്ലെ ബ്രീച്ച് ഓഫ് ട്രസ്റ്റോ അതല്ലെങ്കിൽ 420 ചീറ്റിങ്ങോ അല്ല, ഇത് തെഫ്റ്റാണ്, മോഷണമാണ്. മോഷണം ആര് നടത്തിയിരിക്കുന്നു? മോഷണം ഒന്നുകിൽ സെർവന്റ് അല്ലെ ക്ലർക്ക് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥര്. അപ്പോ തൊണ്ടി മുതൽ കണ്ടെത്താത്തോളത്തോളം കാലം ഈ കേസിന്റെ ഒരു നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതാണ്. അതാണ് ഭക്തരുടെ മുമ്പിൽ ഇപ്പോഴുള്ള വിഷയം. ആ വിഷയം നിൽക്കുമ്പോഴാണ് ഭക്തരുടെ മനസ്സിലേക്ക് കൂടുതൽ മുറിവേൽപ്പിച്ചുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 3.40 കോടി രൂപ അത് ചെലവഴിക്കില്ല എന്ന് ഭക്തർക്കും ഗവൺമെന്റിനും ഹൈക്കോടതിക്കും ഒക്കെ പൊതുസമൂഹത്തിനും വാഗ്ദാനം കൊടുത്തിട്ട് ആ തുകയും ചെലവഴിച്ചിരിക്കുന്നു. എന്നിട്ട് ദേവസ്വത്തിന്റെ മന്ത്രി ഇപ്പോൾ പറയുന്നു ഞങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ചൊന്നും അറിവില്ല, അതൊക്കെ ദേവസ്വം ബോർഡിൻ്റെതാണ് എന്ന് പറയുന്ന ഈ തട്ടിപ്പ് അത് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇവരെക്കുറിച്ച്, ഇവരുടെ പ്രവർത്തനങ്ങളുടെ ദുരൂഹത കൂടുതൽ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ശ്രീ K. ജയകുമാർ IAS-ന്റെ മുൻ IAS ഉദ്യോഗസ്ഥന്റെ വാർത്താ സമ്മേളനത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അതായത് തട്ടിപ്പുകൾ ഓരോന്നോരോന്നായി പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഈ നാട്ടിലെ യഥാർത്ഥ ഭക്തരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. സിമൻ ജോഷി, പിന്നെ ഈ അയ്യപ്പ സംഗമം തീരുമാനിച്ച വിവരം ശ്രീ അനിൽ പിള്ളയിൽ ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സിൽ ഇല്ലായിരുന്നു എന്നുള്ള കണ്ടെത്തൽ SIT നടത്തിയിട്ടുണ്ട് എന്നാണ് വിവരം. അങ്ങനെയാണെങ്കിൽ PS പ്രശാന്ത് ഉത്തരവാദിയായി വരും. ഈ സ്വർണ്ണക്കൊള്ള കേസിൽ 2025 ഈ ദ്വാരപാലക സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ടതിൽ പ്രശാന്ത് സംശയനിഴലിലായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ പ്രതി ചേർക്കാൻ SIT ഇതുവരെ തയ്യാറായിട്ടില്ല. അതിന് പിന്നാലെ ഇപ്പോൾ ഇതുകൂടി വരുമ്പോൾ പ്രശാന്തിനെ അങ്ങനെ ഒഴിവാക്കി നിർത്താൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അതിവിനയവും അമിത ഭക്തിയും കാണിച്ചുകൊണ്ട് ഈ തട്ടിപ്പുകൾക്കെല്ലാം കൂട്ടുനിന്നത് പ്രശാന്ത് തന്നെയാണ്. പ്രശാന്ത് എല്ലാ കേസുകളിലും ആരോപിതനല്ല, കുറ്റവാളി തന്നെയാണ്. അദ്ദേഹത്തിന് കൃത്യമായി, അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിനോടൊപ്പം അന്നത്തെ ബോർഡിലെ അംഗങ്ങളായിരുന്ന അജികുമാർ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ മൗനാനുവാദം എന്നല്ല പറയുന്നത്, പ്രത്യക്ഷമായ അനുവാദം എന്ന് വെച്ചാൽ ഞങ്ങളുടെ 2 വർഷത്തെ കാലാവധി തീരാറായി, ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് പരമാവധി അവിടെ നിന്ന് മോഷ്ടിച്ചു കൊണ്ട് പോകണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി എല്ലാത്തിനും കുടപിടിച്ചുകൊണ്ട് എല്ലാ അഴിമതി കാണിച്ച ആ 2 പേരും ഈ കേസിനകത്ത് പ്രോസിക്യൂട്ട് ചെയ്യപ്പെടണം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു കണക്ക് ശ്രീ മഞ്ജുഷ് അത് ഉൾക്കൊള്ളണം ദയവായിട്ട്. 500 പ്രതിനിധികൾ പങ്കെടുത്തു, 8 കോടി രൂപ, ഒരാൾക്ക് 1,60,000 രൂപ. ഈ കുമരകത്തെ കരിമീനും കഴിച്ചുകൊണ്ട് അവിടെ വന്ന് AC ഹാളില് ജർമ്മൻ പന്തലിൽ ഇരുന്ന് ഉറങ്ങാൻ വന്ന പ്രതിനിധികൾക്ക് വേണ്ടി ഈ ലക്ഷക്കണക്കിന് രൂപ എന്തിനാണ് ചെലവഴിച്ചത്? അവിടെയാണ് സംശയത്തിന്റെ പ്രശ്നമുള്ളത്. ഇതൊരു ആഗോള തട്ടിപ്പ് സംഗമമായിരുന്നു. CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ മുന്നണിക്കും പൈസ ഉണ്ടാക്കി കഴിഞ്ഞു അവർ ഈ പരിപാടികൾ കൊണ്ട്. ഇനി ആരെങ്കിലും കുറ്റവാളികളായാൽ ഞങ്ങൾക്ക് പ്രശ്നമേ ഇല്ല, എന്തുമായിക്കൊള്ളട്ടെ. ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കുക, ഇന്ന് ശ്രീ ജയകുമാർ സാറ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, ഇനിയും ഞങ്ങള് സ്പോൺസർമാരെ കണ്ടെത്താൻ ശ്രമിക്കും. താങ്കൾ നോക്കൂ, താങ്കളുടെ ചാനലിൽ ഈ വാർത്താ പരിപാടി ഒരു സ്പോൺസർഷിപ്പാണ്. DMARC എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥാപനം ഒരു സ്പോൺസർഷിപ്പ് നടത്തണമെന്നുണ്ടെങ്കിൽ അയ്യപ്പ സംഗമ സമയത്ത് അവരുടെ ഒരു ബോർഡെങ്കിലും അവിടെ ഉണ്ടാകണം. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള കൊമേഴ്സ്യലായ ഇനി എങ്ങനെയാണ് സ്പോൺസർമാരെ കിട്ടുന്നത് എന്നാണ് ശ്രീ ജയന്ത് സാർ, ഇനി എങ്ങനെയാണ് സ്പോൺസർമാരെ കിട്ടുന്നത്? ആട് അറിയില്ല, അത് ബോർഡ് യോഗം തീരുമാനിക്കണം. മഞ്ജുഷേ, ബോർഡ് യോഗ തീരുമാനത്തിന് വെച്ചിരിക്കുകയാണ്. അത് അവർക്ക് എന്തെങ്കിലും പദ്ധതി ഉണ്ടാകുമെന്നാണ് വിചാരിക്കേണ്ടത്. അല്ലാതെ പ്രസിഡന്റ് പോലും പറയില്ലല്ലോ അങ്ങനെ. ഇത് ജനങ്ങളെ പറ്റിക്കാനും അയ്യപ്പ വിശ്വാസികളുടെ പണം അടിച്ചുകൊണ്ടുപോകാനും ഈ പേര് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനമായ CPM-ഉം LDF-ഉം കോടിക്കണക്കിന് രൂപ, 8 കോടിയല്ല 80 കോടി രൂപ ഇവർ ഈ തട്ടിപ്പിൽ കൂടെ ശരി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി. ഒരുപാട് സംശയങ്ങൾ ഇതേക്കുറിച്ചുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം 8 കോടി രൂപയോളം ചെലവ് വന്നു, 7-നും 8-നും ഇടയ്ക്ക് കോടി രൂപ ചെലവ് വന്നു എന്ന് അധികൃതർ തന്നെ സമ്മതിക്കുന്ന ഒരു സമയത്താണ് 3,40,00,000 രൂപ ഭക്തരുടെ കാണിക്കപ്പണത്തിൽ നിന്ന് എടുത്ത് ചെലവാക്കി എന്നുള്ള ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വരുന്നത്. കൂടുതൽ വിശദീകരണങ്ങൾ നൽകേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. അതുമാത്രമല്ല, ഇക്കാര്യത്തിൽ
വിശദീകരണം വേണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. 45 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ അത് പാലിച്ചില്ല. ഇനി കൂടുതൽ സമയം നൽകാനാവില്ലെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഹൈക്കോടതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മറുപടിയിൽ എത്രമാത്രം തൃപ്തരാണ് എന്നതാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ പണം തട്ടിച്ചോ? പണം തട്ടിച്ചെന്ന് 90% പ്രേക്ഷകർ. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.